ഓക്കെ, നമുക്കപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തു നിർത്തിയത് ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് എർത്ത് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് എർത്ത് എന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇന്റീരിയർ സ്ട്രക്ചറിനെ കുറിച്ച് അറിയാനുള്ള ഡിഫറെന്റ് വേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്റീരിയർ സ്ട്രക്ചറിനെ കുറിച്ച് അറിയാനായിട്ട് ഡയറക്റ്റ് സോഴ്സസ് ഉണ്ട്, ഇൻഡയറക്റ്റ് സോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അതിൽ വരുന്ന ഇൻഡയറക്റ്റ് സോഴ്സസിൽ ഒന്നാണ് സീസ്മിക് വേവ്സ്. അപ്പൊ എന്താണ് സീസ്മിക് വേവ്സ്? സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എർത്ത് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന വേവ്സിനെയാണ് സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എർത്ത് ഉണ്ടാവുമ്പോൾ സീസ്മിക് വേവ്സ് ഏതൊക്കെയാണ് ഉണ്ടാവുന്നത്, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീസ്മിക് വേവ്സ്, ആ ഓരോ സീസ്മിക് വേവ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ദെൻ ഈ സീസ്മിക് വേവുകളെ തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്നു, ദെൻ ടൈപ്സ് ഓഫ് എർത്ത് ഏതൊക്കെ ടൈപ്പ് എർത്ത് ആ ടൈപ്സിൽ തന്നെ നമ്മൾ എർത്ത് കാരണങ്ങൾ ഡിസ്കസ് ചെയ്യും. ദെൻ മെഷറിംഗ് സ്കെയിൽസ് ഓഫ് എർത്ത് എങ്ങനെയാണ് അളക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താ ഡെഫിനിഷൻ, എന്താണ് എർത്ത് ഡെഫിനിഷൻ പറയുമ്പോൾ നമുക്ക് കൂളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷെയ്ക്കിംഗ് ഓഫ് എർത്തിനെയാണ് എർത്ത് എന്ന് പറയുന്നത്. ഷെയ്ക്കിംഗ് ഓഫ് എർത്ത് ചലിക്കുന്നത് ആണ് എർത്ത് മലയാളം എന്താ? ഭൂചലനം അല്ലെ. അപ്പൊ ഭൂമിയുടെ ചലനം, അത് തന്നെയാണ് എർത്ത് എന്ന് പറയുന്നത്. ഇനി ഈ ഷേക്കിംഗ് ഓഫ് എർത്ത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അതുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് റിലീസിങ് ഓഫ് എനർജിയാണ്. എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് എർത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഷേക്കിംഗ് ഓഫ് എർത്ത് കോസ്ഡ് ബൈ റിലീസിങ് ഓഫ് എനർജി, അതാണ് എർത്ത് ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. KS നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഡെഫിനിഷൻസ് പലപ്പോഴും എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ ആ പെർസ്പെക്റ്റീവില് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഡെഫിനിഷൻ എഴുതാൻ പാകത്തിന്. ഷേക്കിംഗ് ഓഫ് എർത്ത് കോസ്ഡ് ബൈ റിലീസിങ് ഓഫ് എനർജി ആണ് എർത്ത് എന്ന് പറയുന്നത്. ഇനി എർത്ത് ഉണ്ടാവുന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് വേവ്സ് ഉണ്ടാവുന്നുണ്ട്. ആ വേവ്സിനെയാണ് നമ്മൾ സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. എർത്ത് ഉണ്ടാവും, ഭൂചലനം ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന വേവ്സിനെയാണ് സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. ഈ സീസ്മിക് വേവ്സ് എല്ലാ ഡയറക്ഷൻസിലോട്ടും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് എർത്ത്? ഷേക്കിംഗ് ഓഫ് എർത്ത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? കോസ്ഡ് ബൈ റിലീസിങ് ഓഫ് എനർജി. ഇനി ആ സമയത്ത് എന്തുണ്ടാവുന്നുണ്ട്? ഒരു സെറ്റ് ഓഫ് ന്യൂ വേവ്സ് ഉണ്ടാവുന്നുണ്ട്. അവരെ നമ്മൾ സീസ്മിക് വേവ്സ് എന്ന് വിളിക്കും. ഈ സീസ്മിക് വേവ്സ് എല്ലാ ഡയറക്ഷനിലോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു മെക്കാനിസമാണ്. അപ്പോൾ എർത്ത് സാധാരണ എർത്തിന്റെ ഏത് ലെയറിലാണ് ഉണ്ടാവുന്നത്? നമ്മൾ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് എർത്ത് പഠിച്ചു. ഇതിൽ ഏത് ലെയറിൽ നിന്നാണ് എർത്ത് ആരംഭിക്കുന്നത്? എർത്ത് ആരംഭിക്കുന്നത് ലിത്തോസ്ഫിയറിൽ നിന്നുമാണ്. ലിത്തോസ്ഫിയറിൽ നിന്നാണ് എർത്ത് ആരംഭിക്കുന്നത്. അപ്പൊ എന്താണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്? ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാൻഡിലിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാൻഡിൽ, അതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എർത്ത് ഉണ്ടാവുന്നത് ലിത്തോസ്ഫിയറിൽ നിന്നുമാണ്. ഏകദേശം ഭൂമിയുടെ സർഫസിൽ നിന്ന് 200 കിലോമീറ്റർ ആഴത്തിൽ നിന്നൊക്കെയാണ് സാധാരണഗതിയിൽ എർത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പൊ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ആഴത്തിൽ നിന്നൊക്കെയാണ് എർത്ത് സാധാരണഗതിയിൽ ഫോം ചെയ്യുന്നത്. ഇനി ഈ എർത്ത് ഉണ്ടാവുന്ന സമയത്ത് അത് ഉണ്ടാവുന്ന സ്ഥലം, എർത്ത് ഒറിജിനേറ്റ് ചെയ്യുന്ന പോയിന്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോ സെന്റർ അഥവാ ഫോക്കസ്. ഈ ഭാഗം നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, എർത്ത് ഉണ്ടാവുന്ന ഭാഗം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സീസ്മോ. ഒരു സെക്കൻഡ്, ഞാൻ കളർ മാറ്റി എഴുതാം, എന്നാലേ കുറച്ചും കൂടെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ ഭാഗം, ഇതിനെയാണ് നമ്മൾ ഫോക്കസ് അഥവാ ഹൈപ്പോ സെന്റർ എന്ന് വിളിക്കും. ഫോക്കസ് അഥവാ ഹൈപ്പോ സെന്റർ. എന്താണ് ഫോക്കസ് എന്ന് വിളിക്കാൻ കാരണം? കാരണം അവിടെ നിന്നാണ് ഇയാൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്. മലയാളത്തിൽ ഭൂകമ്പ നാഭി എന്ന് പറയും, ഭൂകമ്പ നാഭി. അപ്പൊ ഫോക്കസ് അഥവാ ഹൈപ്പോ സെന്ററിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഭൂകമ്പ നാഭി എന്ന് പറയും. ഇതിനെ ഹൈപ്പോ സെന്റർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ പറയുക? ഇത് ഭൂമിയുടെ സർഫസിന് താഴെയുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇതിനെ ഹൈപ്പോ സെന്റർ എന്ന് പറയുക. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? താഴെ. നമ്മള് പ്രഷർ കുറയുന്നതിന് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും അല്ലെ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ് അർത്ഥം. അപ്പൊ ഭൂമിക്ക് താഴെ നിന്ന് എർത്ത് ഉണ്ടാവുന്ന പോയിന്റിനെയാണ് ഫോക്കസ് അഥവാ ഹൈപ്പോ സെന്റർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നേരെ മുകളിലായിട്ട് ലംബമായി, അല്ലെങ്കിൽ ഇതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലായി കാണുന്ന ഭാഗമാണ്
എപ്പി സെന്റർ. അപ്പൊ എപ്പി സെന്ററിലാണ് എർത്ത്ക്വിക്കിന്റെ ഇമ്പാക്ട് അനുഭവപ്പെടുക. അപ്പോൾ എർത്ത്ക്വിക്കിന്റെ ആഘാതം അല്ലെങ്കിൽ ഇമ്പാക്ട് അനുഭവപ്പെടുന്ന ഏരിയ ആണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. എർത്ത്ക്വിക്കിന്റെ ആഘാതം അല്ലെങ്കിൽ ഇമ്പാക്ട് അനുഭവപ്പെടുന്ന സ്ഥലമാണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ എർത്ത്ക്വിക്ക് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഫോക്കസ് അഥവാ ഹൈപ്പോ സെന്റർ. എർത്ത്ക്വിക്കിന്റെ ഇമ്പാക്ട് അനുഭവപ്പെടുന്ന ഭാഗമാണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, എർത്ത്ക്വിക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്ന്? എർത്ത്ക്വിക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഹൈപ്പോ സെന്റർ അഥവാ ഫോക്കസിൽ നിന്നാണ് എർത്ത്ക്വിക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി എർത്ത്ക്വിക്കിന്റെ ഇമ്പാക്ട് അനുഭവപ്പെടുന്നത് എവിടെ? അത് എർത്തിന്റെ സർഫസിലാണ്. സർഫസിൽ ഇമ്പാക്ട് അനുഭവപ്പെടുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് എപ്പി സെന്റർ. ഒരു കാര്യം കൂടെ ഓർക്കുക, ഈ എപ്പി സെന്റർ എന്ന് പറയുന്ന ഫോക്കസിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്ന സ്ഥലമാണ് എന്ന് കൂടെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞല്ലോ, എർത്ത്ക്വിക്ക് ഉണ്ടാവുന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ വേവ്സിനെയാണ് നമ്മൾ സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എർത്ത്ക്വിക്ക് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു സെറ്റ് ഓഫ് വേവ്സ് ഉണ്ട്. ആ സെറ്റ് ഓഫ് വേവ്സിനെയാണ് നമ്മൾ സീസ്മിക് വേവുകൾ എന്ന് പറയുന്നത്. ഇനി ഈ സീസ്മിക് വേവ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എർത്ത്ക്വിക്കിൽ ഉണ്ടാവുന്ന വേവുകളെ രണ്ടായിട്ട് തിരിക്കാം, ബോഡി വേവ് എന്നും സർഫസ് വേവ് എന്നും. അപ്പോൾ സീസ്മിക് വേവ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ബോഡി വേവ് എന്നും സർഫസ് വേവ് എന്നും. എന്താണ് ബോഡി വേവ് എന്ന് പറയുന്നത്? ഇത് എർത്ത് ആണ് എന്ന് വിചാരിക്കുക, ഇത് ലിത്തോസ്ഫിയർ ആണ് എന്ന് വിചാരിക്കുക. ഈ ലിത്തോസ്ഫിയറിന്റെ അടിയിൽ നിന്നാണല്ലോ എർത്ത്ക്വിക്ക് ജനറേറ്റ് ചെയ്യുന്നത്. എർത്ത്ക്വിക്ക് ജനറേറ്റ് ചെയ്യുന്ന ഫോക്കസ് ആണ് ഇതെന്ന് ഓർക്കാം. ഈ ഫോക്കസിൽ നിന്ന് എർത്ത്ക്വിക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ എർത്ത്ക്വിക്ക് വേവ്സ് 4 സൈഡിലോട്ടും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ട്രാവൽ ചെയ്യപ്പെടുന്ന എർത്ത്ക്വിക്ക് വേവ്സിനെയാണ് നമ്മൾ ബോഡി വേവ്സ് എന്ന് പറയുക. എന്തുകൊണ്ട് അവരെ ബോഡി വേവ്സ് എന്ന് വിളിക്കുന്നു? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദിസ് വേവ്സ് ആർ ട്രാവലിംഗ് വിത്തിൻ ദി എർത്ത്. എർത്തിനുള്ളിലൂടെ തന്നെയാണ് ഈ വേവ്സ് ചലിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ബോഡി വേവ്സ് എന്ന് വിളിക്കുന്നത്. ഈ വേവ് സഞ്ചരിക്കുന്നത് എർത്തിനുള്ളിലൂടെ തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ അവരെ ബോഡി വേവ്സ് എന്ന് വിളിക്കുന്നു. ഇനി ഈ വേവ്സ് സർഫസിൽ ചെന്ന് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഈ ബോഡി വേവ്സ് എർത്തിനുള്ളിലൂടെ ട്രാവൽ ചെയ്ത് എർത്തിന്റെ സർഫസിൽ ചെന്ന് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ന്യൂ സെറ്റ് ഓഫ് വേവ് ഉണ്ടാവുന്നുണ്ട്. ഈ ന്യൂ സെറ്റ് ഓഫ് വേവ്സിനെയാണ് സർഫസ് വേവ് എന്ന് വിളിക്കുക. അപ്പൊ സർഫസ് വേവ് എന്താണ്? എർത്തിന്റെ സർഫസിലൂടെ മാത്രം ചലിക്കുന്ന വേവുകളാണ് സർഫസ് വേവ് എന്ന് പറയുന്നത്. സർഫസ് വേവ് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ബോഡി വേവ് ഉണ്ടാവണം. ആ ബോഡി വേവ് എർത്തിന്റെ സർഫസിൽ ചെന്ന് ഹിറ്റ് ചെയ്യണം. അപ്പൊ അത് മനസ്സിലാക്കുക, ഫോക്കസിൽ നിന്ന് ബോഡി വേവ് ഉണ്ടാവുന്നു, ആ ബോഡി വേവ് എർത്തിന്റെ സർഫസിൽ ചെന്ന് ഹിറ്റ് ചെയ്യുന്നു. സർഫസിൽ ചെന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു ന്യൂ സെറ്റ് ഓഫ് വേവ്സ് ഉണ്ടാവുന്നതിനെയാണ് സർഫസ് വേവ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഭൂമിയുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന വേവാണ് ബോഡി വേവ്സ്. അത് സർഫസിൽ ചെന്ന് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന വേവാണ് സർഫസ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബോഡി വേവ്സിനെ കുറിച്ചാണ്. അപ്പൊ ബോഡി വേവും സർഫസ് വേവ്സും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, എന്നാലാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് മനസ്സിലാവണം. അപ്പൊ എന്താണ് ബോഡി വേവ്സ്? നമ്മൾ പറഞ്ഞു, എർത്ത്ക്വിക്ക് ഉണ്ടാവുമ്പോൾ ഭൂമിക്കുള്ളിലൂടെ ചലിക്കുന്ന വേവുകളെയാണ് എർത്ത്ക്വിക്കിലെ ബോഡി വേവ്സ് എന്ന് പറയുന്നത്. ഈ ബോഡി വേവ്സ് നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറി വേവ് എന്നും സെക്കൻഡറി വേവ്സ് എന്നും. ബോഡി വേവിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്, പ്രൈമറി വേവ് എന്നും സെക്കൻഡറി വേവ് എന്നും. അപ്പോ നമ്മളോട് പരീക്ഷയ്ക്ക് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുക, പ്രൈമറി വേവിന്റെയും സെക്കൻഡറി വേവിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ നമുക്ക് നോക്കാം. പ്രൈമറി വേവ്, പ്രൈമറി വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അപ്പൊ പ്രൈമറി വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേരിൽ തന്നെയുണ്ട്, പ്രൈമറി എന്നാണ് പറയുക. പ്രൈമറി എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ആദ്യം പോകുന്നത് പ്രൈമറി ക്ലാസ്സുകളിലാണ്. LKG UKG 1ാം ക്ലാസ് തുടങ്ങി 4ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പർ ലെവൽ ഹയർ ലെവലൊക്കെ ക്രോസ് ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രൈമറി എന്ന വാക്കിന്റെ അർത്ഥം ഫസ്റ്റ് എന്നാണ്. പ്രൈമറി വേവ് എന്ന് പറഞ്ഞാൽ അപ്പൊ അർത്ഥം ദീസ് ആർ ദ ഫസ്റ്റ് വേവ് ടു അറൈവ് ദി സർഫസ്. അതായത് ഒരു ഭൂചലനം ഉണ്ടാവുമ്പോൾ ബോഡി വേവ്സ് ഉണ്ടാവുന്നുണ്ട്. ഈ ബോഡി വേവ്സിൽ ഏത് ബോഡി വേവ്സ് ആണോ ഫസ്റ്റ് സർഫസിൽ ചെന്ന് ഹിറ്റ് ചെയ്യുന്നത്, ആ വേവുകളെയാണ് നമ്മൾ പി വേവ് എന്ന് പറയാം. അപ്പൊ പി വേവിന് പ്രൈമറിയുടെ ഷോർട്ട് ഫോം ആണ് പി എന്ന് പറയുന്നത്. പ്രൈമറിയുടെ ഷോർട്ട് ഫോം പ്രീ. അപ്പൊ പി വേവ് എന്നും നമ്മൾ പ്രൈമറി വേവിനെ വിളിക്കാറുണ്ട്, പി വേവ്സ് എന്നും പ്രൈമറി വേവ്സിനെ വിളിക്കാറുണ്ട്. അപ്പൊ പ്രൈമറി വേവ്സ് ആർ ദ ഫസ്റ്റ് ടു റീച്ച് ദി സർഫസ്. അവര് എന്തുകൊണ്ട് പ്രൈമറി
പ്രൈമറി എന്ന് വിളിക്കുന്നു. കാരണം അവർ ഫസ്റ്റ് സർഫസിൽ എത്തുന്നത് കൊണ്ട്. ഇനി ഫസ്റ്റ് സർഫസിൽ എത്തണമെങ്കിൽ ആ വേവ് എങ്ങനെയായിരിക്കണം? ഫാസ്റ്റർ വേവ്സ് ആയിരിക്കണം. അപ്പൊ പ്രൈമറി വേവ്സ് എന്ന് പറയുന്നത് സെക്കൻഡറി വേവ്സിനേക്കാളും ഫാസ്റ്റർ ആണ്. അപ്പൊ 2 പോയിന്റ് നിങ്ങൾക്ക് കിട്ടി. പ്രൈമറി എന്ന് വിളിക്കാൻ കാരണം ഫസ്റ്റ് ടു റീച്ച് ദി സർഫസ് ആണ്. ഇനി ഫസ്റ്റ് എത്തണം എന്നുണ്ടെങ്കിൽ ഫാസ്റ്റർ വേവ്സ് ആണ്. ഇനി പ്രൈമറി വേവ്സിന്റെ പ്രൊപ്പഗേഷൻ നമുക്ക് നോക്കാം. പ്രൈമറി വേവ്സിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ പ്രൊപ്പഗേഷൻ ആണ്. പ്രൈമറി വേവിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ പ്രൊപ്പഗേഷൻ ആണ്. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലോഞ്ചിറ്റ്യൂഡിനൽ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം. അതായത് നേരെ പോകുന്ന വേവ്സ്, അതിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ പ്രൊപ്പഗേഷൻ എന്ന് പറയാ. നേരെ വേവ്സ് പോകുന്നതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ പ്രൊപ്പഗേഷൻ എന്ന് പറയാ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ വേവ്സ് നേരെയാണ് പോകുന്നത് എന്ന് മാത്രമല്ല, ഈ വേവ്സ് പോകുന്നത് ഒരു റബ്ബർ ബാൻഡ് മൂവ് ചെയ്യുന്നത് പോലെ. നിങ്ങൾ ആലോചിക്കേ, നിങ്ങളുടെ കയ്യിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ റബ്ബർ ബാൻഡിനെ എക്സ്റ്റെൻഡ് ചെയ്യും, റിലീസ് ചെയ്യും, അല്ലെ? റബ്ബർ ബാൻഡിന് നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞുമ്പോൾ എക്സ്റ്റെൻഡും ചെയ്യാറുണ്ട്, റിലീസും ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ വേവുകളും പോകുന്നത്. ചില സ്ഥലങ്ങളിൽ ഈ വേവ്സ് കംപ്രസ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് ഇവിടെ കാണാം വരകൾ അടുത്തടുത്ത് വന്നേക്കുന്നത്. അതായത് ചില സ്ഥലങ്ങളിൽ ഈ വേവ് കംപ്രസ് ചെയ്താ പോകുന്നത്, ചില സ്ഥലങ്ങളിൽ ഈ വേവ് എക്സ്റ്റെൻഡ് ചെയ്താ പോകുന്നത്. കണ്ടോ? എക്സ്റ്റെൻഡ് ചെയ്താണ് പോകുന്നത്. ഈ വേവ് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ കംപ്രഷൻസിനും എക്സ്റ്റൻഷൻസിനും കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേവിനെ നമുക്ക് കംപ്രഷണൽ വേവ്സ് എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ഈ വേവ്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് കംപ്രഷണൽ വേവ്. എന്തുകൊണ്ടാണ് കംപ്രഷണൽ വേവ് എന്ന് വിളിച്ചത്? കാരണം ഇവരൊരു ഇലാസ്റ്റിക് പോലെയാണ് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ കംപ്രഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവരെ കംപ്രഷണൽ വേവ് എന്ന് വിളിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞല്ലോ ഒരു റബ്ബർ ബാൻഡ് പോകുന്ന പോലെയാണ് പോകുന്നത്. ഇപ്പൊ ലോഞ്ചിറ്റ്യൂണൽ പ്രൊപ്പഗേഷൻ കംപ്രഷനും നടക്കുന്നുണ്ട്, എക്സ്റ്റൻഷനും നടക്കുന്നുണ്ട്. അതായത് ഈ വേവ് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഡെൻസിറ്റി ഡിഫറൻസസ് ഉണ്ടാവുന്നുണ്ട്. ഈ വേവ് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ അവിടെ ഡെൻസിറ്റി ഡിഫറൻസസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ കംപ്രഷണൽ വേവുകൾ എന്ന് വിളിക്കും. അപ്പൊ ഒരു കാര്യം ഓർത്തിരുന്നോ, ഇത് കടന്നു പോകുന്ന റോക്സില് ഇത് ഡെൻസിറ്റി ഡിഫറൻസിന് കാരണമാവും. എങ്ങനെയാണ് ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ടാക്കുന്നത്? അതായത് ഈ വേവ് കടന്നു പോകുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഡെൻസിറ്റി കുറയും, അല്ലെ? വസ്തുക്കള് വികസിക്കുമ്പോൾ ഡെൻസിറ്റി കുറയും. അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി കുറയും. കംപ്രസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഡെൻസിറ്റി കൂടും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് കടന്നു പോകുന്ന മീഡിയത്തില് ഡെൻസിറ്റി ഡിഫറൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇനി ഈ പ്രൈമറി വേവ്സിന്റെ പ്രത്യേകത, ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ ഓൾ മീഡിയംസ്. പ്രൈമറി വേവ്സിന് എല്ലാ മീഡിയത്തിലൂടെയും പാസ് ചെയ്യാൻ പറ്റും. സോളിഡ് മീഡിയം, ലിക്വിഡ് മീഡിയം, ഗേഷ്യസ് മീഡിയം. ഈ 3 മെറ്റീരിയലിലൂടെയും പ്രൈമറി വേവിന് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സംഗ്രഹിച്ചിട്ട് ബാക്കി ഞാൻ പറയാം. അപ്പോൾ പ്രൈമറി വേവ് എന്ന് വിളിക്കാൻ കാരണം ഫസ്റ്റ് ടു റീച്ച് ദ സർഫസ് ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഫസ്റ്റ് സർഫസിൽ എത്തുന്നത്? അവർ ഫാസ്റ്റർ വേവ്സ് ആണ്. ഇനി അവരുടെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ചലനരീതി ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലങ്ങളിൽ കംപ്രഷൻസും ഉണ്ടാക്കുന്നുണ്ട്, എക്സ്റ്റൻഷൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കംപ്രഷൻസ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ വേവിനെ കംപ്രഷണൽ വേവ് എന്ന് വിളിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് കടന്നു പോകുന്ന മീഡിയത്തില്, ഇത് കടന്നു പോകുന്ന സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് മീഡിയത്തിലൂടെ കടന്നു പോകും. ഇനി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേവ് ആക്ച്വലി ഈ ഭൂമിയുടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ്, ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. നമ്മൾ പഠിച്ചതാണ് ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. അപ്പൊ ഔട്ടർ കോർ ലിക്വിഡ് ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഔട്ടർ കോർ ലിക്വിഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ലിക്വിഡ് മീഡിയത്തിലൂടെ പോകുമ്പോൾ ഈ വേവ് റിഫ്രാക്ട് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കുപ്പിയിൽ നമ്മൾ ഒരു പെൻ ഇട്ട് വെച്ചേക്കുകയാണ്, ഒരു ചില്ല് ഗ്ലാസ്സിൽ നമ്മളൊരു പേന ഇട്ട് വെച്ചിരിക്കുന്നു. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ പേന ഇങ്ങനെ നേരെ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്, ചില്ല് ഗ്ലാസ്സിൽ ഇട്ടേക്കുന്ന പേന. പക്ഷെ നിങ്ങൾ ഈ ചില്ല് ഗ്ലാസ്സിൽ ഒന്ന് വെള്ളം നിറച്ച് നോക്കിക്കേ. നിങ്ങൾ ഈ ചില്ല് ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? നിങ്ങൾക്ക് അവിടെ ആ പെൻ ഒടിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. അതായത് ഈ ഒരു ചില്ല് ഗ്ലാസ്സിൽ ഇരിക്കുന്ന പെൻ അത് ഒടിഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക, ഇങ്ങനെയായിരിക്കും തോന്നുക. റീസൺ എന്താണ്? അതിന്റെ കാരണം എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ലിക്വിഡിലൂടെ ഒരു വസ്തു നോക്കുന്ന പോലെയല്ല നമ്മൾ സോളിഡ്, അതായത് ഒരു
എന്താ എയറിലൂടെ നമ്മളൊരു വസ്തു നോക്കുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പി വേവ്സിലും സംഭവിക്കുക. നമുക്കറിയാം ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേജ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഔട്ടർ കോർ എന്ത് സ്റ്റേജിലായിരിക്കുന്നത്? ലിക്വിഡ് സ്റ്റേജിലാണ്. ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേജിലാണ് ഇരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലൂടെ കടന്നു പോകുന്ന വേവ്സ് അത് ഔട്ടർ കോറിൽ എത്തുമ്പോൾ അതെന്ത് ചെയ്യും? അത് ഔട്ടർ കോറിൽ എത്തുമ്പോൾ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കും. കണ്ടോ, ഇങ്ങനെ റിഫ്രാക്ട് ചെയ്യും. അപ്പൊ റിഫ്രാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വേവ്സ് 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയിൽ എത്തില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഓർക്കുക. 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയിൽ ഈ വേവ്സിന് എത്തിപ്പെടാൻ കഴിയില്ല. അപ്പോ അതിനെയാണ് ഈ പി വേവിന്റെ ഷാഡോ സോൺ എന്ന് പറയുക. അപ്പൊ പി വേവിന്റെ ഷാഡോ സോൺ എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയിലാണ് പി വേവിന്റെ ഷാഡോ സോൺ. ഷാഡോ സോൺ എന്ന് വിളിക്കാനുള്ള റീസൺ എന്താ? ഷാഡോ സോൺ എന്ന് പറഞ്ഞാൽ സാധനം എത്തിപ്പെടാത്ത സ്ഥലം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഴ നിഴൽ പ്രദേശം? മഴ നിഴൽ പ്രദേശം എന്ന് പറഞ്ഞാൽ മഴ എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ, അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയും. റെയിൻ എത്തിപ്പെടാത്ത സ്ഥലങ്ങളെയാണ് റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുക. അപ്പൊ പി വേവിന്റെ ഷാഡോ സോൺ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പി വേവ് എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ. ഒരു സാധനം എത്തിപ്പെടാത്ത സ്ഥലങ്ങളാണ് അതിന്റെ ഷാഡോ സോൺ എന്ന് പറയുക. അപ്പൊ പി വേവ് എത്തിപ്പെടാത്ത സ്ഥലങ്ങളാണ് പി വേവിന്റെ ഷാഡോ സോൺ. അത് 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയിലാണ്. എന്തുകൊണ്ടാണ് ഈ ഡിഗ്രീസിന്റെ ഇടയിൽ ഈ ഷാഡോ സോൺ കിടക്കുന്നത്? അതിന്റെ റീസൺ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ് ഔട്ടർ കോർ. ഔട്ടർ കോറിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് ബേസിക്കലി ഈ വേവ്സ് 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയിൽ എത്തിപ്പെടാതെ. അപ്പൊ അതിന്റെ ഷാഡോ സോൺ 105നും 145നും ഇടയിലാണ് എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ കുറെ പേർക്ക് സംശയം ഉണ്ടാവും, ഈ ആംഗിൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഈ ആംഗിൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂകമ്പ നാഭി അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയില്ലേ, എവിടെ നിന്നാണോ ഭൂചലനം ഉത്ഭവിക്കുന്നത് അവിടെ നിന്ന് എർത്തിന്റെ സെന്ററിലൂടെ ഒരു നേർരേഖ വരയ്ക്കുക. അവിടെ നിന്ന് എർത്തിന്റെ സെന്ററിലൂടെ ഒരു നേർരേഖ വരച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആംഗിൾ എടുക്കുക. അവിടെ നിന്ന് 105 ഡിഗ്രി ആംഗിളിലായിരിക്കും എന്ത് 105ാമത്തെ ഡിഗ്രി. ഇനി അവിടെ നിന്ന് 145 ഡിഗ്രി ആംഗിളിലാണ് 145 മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ നമ്മൾ എടുക്കുന്നത് ഫോക്കസിൽ നിന്നാണ് എന്നുകൂടെ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് പ്രൈമറി വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് പ്രൈമറി വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മൾ പറഞ്ഞു പ്രൈമറി എന്ന വാക്കിന്റെ അർത്ഥം ഫസ്റ്റ് എന്നാണ്. അപ്പൊ സർഫസിൽ ഫസ്റ്റ് എത്തുന്ന വേവ്സ് ആണ് പ്രൈമറി വേവ്സ്. ഫസ്റ്റ് എത്തണമെങ്കിൽ അവർ ഫാസ്റ്റർ ആയിരിക്കണം. പ്രൊപ്പഗേഷൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ കംപ്രഷനും എക്സ്റ്റൻഷനും നടക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ കംപ്രഷനും എക്സ്റ്റൻഷനും നടക്കുന്നുണ്ടെങ്കിൽ ഇവരെ നമുക്ക് കംപ്രഷണൽ വേവ്സ് എന്ന് വിളിക്കാം. ഇനി ഇത് 3 മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് മീഡിയം. പക്ഷെ ഔട്ടർ കോറിലൂടെ പോകുമ്പോൾ ലിക്വിഡ് മീഡിയത്തിലൂടെ പോകുന്നത് കൊണ്ട് അതിന് റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പൊ 105നും 145നും ഇടയിലാണ് അതിന്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത്. അടുത്താണ് സെക്കൻഡറി വേവ്സ്. സെക്കൻഡറി വേവ്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എസ് വേവ്സ്. സെക്കൻഡറി വേവ്സ് ആർ ഓൾസോ നോൺ ആസ് എസ് വേവ്. ഷോർട്ട് ഫോം ആണ് എസ് വേവ് എന്നുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ സെക്കൻഡറി എന്ന് വിളിക്കുന്നത്? കാരണം പ്രൈമറി വേവ് എത്തിയതിനു ശേഷമാണ് ഇവരെത്തുക. അപ്പോൾ ഇറ്റ് റീച്ചസ് ദി സർഫസ് ആഫ്റ്റർ സം ടൈം ലാഗ്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവരവിടെ എത്തുന്നത്. അപ്പൊ ഇറ്റ് റീച്ചസ് ദി സർഫസ് ആഫ്റ്റർ എ ടൈം ലാഗ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? സെക്കൻഡറി എന്ന് വിളിക്കുക. ഇനി ഇവരുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്, പ്രൈമറി വേവിന്റെ പ്രൊപ്പഗേഷൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിരുന്നു. സെക്കൻഡറി വേവിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ആണ്. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടും താഴോട്ടേക്കും. ഇതിനെയാണ് ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്. ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതായത് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിനെയാണ് ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്. അപ്പോൾ ഈ ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷൻ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇത് എർത്തിന്റെ സർഫസ് ആണെന്ന് വിചാരിക്കുക. എർത്തിനടിയിലൂടെ ഇങ്ങനെ ഒരു പ്രൊപ്പഗേഷൻ പോകുന്നുണ്ടെങ്കിൽ, ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എർത്തിന്റെ സർഫസിനെ അത് മുകളിലോട്ടും താഴോട്ടേക്കും നീക്കുന്നു എന്നതാണ്. അപ്പോൾ എർത്തിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ വേവ് പോകുന്നത് എന്ന് പറയാം. അപ്പോൾ എർത്തിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ വേവ് പോകുന്നത്. അത്
ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷനിലാണ് മൂവ് ചെയ്യുന്നത്. മുകളിലോട്ടും താഴോട്ടുമാണ് മൂവ് ചെയ്യുന്നത്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എർത്തിന്റെ സർഫസിലാണ് നമ്മൾ കഷ്ടപ്പെട്ട് വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഭൂമിയിലെ സർവ്വ ഇൻഫ്രാസ്ട്രക്ചറുകളും, കെട്ടിടങ്ങള്, അതുപോലെ തന്നെ വീടുകള്, ഇതെല്ലാം ഇരിക്കുന്നത്, മരങ്ങള്, പർവ്വതങ്ങള്, ഇതെല്ലാം ഇരിക്കുന്നത് ഈ എർത്തിന്റെ സർഫസിലാണ്. അപ്പൊ എർത്തിനടിയിലൂടെ ഒരു സാധനം ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്താൽ ഉറപ്പായിട്ടും ഈ സ്ട്രക്ചർ ഒക്കെ കൊളാപ്സ് ചെയ്യും. ഈ സംഭവങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വീഴുന്നത് കൊണ്ട് തന്നെ സെക്കൻഡറി വേവിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിസ്റ്റോർഷണൽ വേവ്സ്. ഇതിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് ഡിസ്റ്റോർഷണൽ വേവ്. ഓക്കെ, അപ്പൊ സെക്കൻഡറി വേവ് ഒരു ടൈം ലാഗിന് ശേഷമാണ് എത്തുന്നത്, അതുകൊണ്ടാണ് സെക്കൻഡറി എന്ന് വിളിക്കുന്നത്. പ്രൊപ്പഗേഷൻ ട്രാൻസ്വേഴ്സ് ആണ്. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിലുള്ള കുറെ സ്ട്രക്ചർ ഇടിഞ്ഞൊളിഞ്ഞു വീഴും. അപ്പൊ ഡിസ്റ്റോർഷണൽ വേവ് എന്ന് വിളിക്കുന്നു. ഇനി ഇതിന്റെ പ്രത്യേകത, ഇറ്റ് ക്യാൻ ഓൺലി പാസസ് ത്രൂ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിലൂടെ മാത്രമാണ് ഇത് മൂവ് ചെയ്യത്തുള്ളൂ. നമ്മൾ പി വേവ് പറഞ്ഞപ്പോൾ പി വേവ് സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സെക്കൻഡറി വേവ് സോളിഡ് സ്റ്റേറ്റിലൂടെ മാത്രമാണ് പാസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ സോളിഡ് സ്റ്റേറ്റിലൂടെ മാത്രമാണ് പി വേവ് പാസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം എസ് വേവ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഔട്ടർ കോറിനെ കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ? ഔട്ടർ കോർ എന്ന് പറയുന്ന സാധനം ലിക്വിഡ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേജിലായതുകൊണ്ട് തന്നെ ഔട്ടർ കോറിനെ കട്ട് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കില്ല. ഇത് മാക്സിമം ഇവിടെ വരെ വരുള്ളൂ. ഇതിന്റെ അപ്പുറത്തോട്ട് ഇതിന് വരാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ലിക്വിഡ് ആണ്, ലിക്വിഡിനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത് 105 ഡിഗ്രി മുതൽ 105 ഡിഗ്രി വരെയാണ്. അപ്പൊ എസ് വേവിന്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത് 105 to 105 ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. പി വേവിന്റെ ഷാഡോ സോൺ എത്രയായിരുന്നു? പി വേവിന്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത് 105 ഡിഗ്രി തുടങ്ങി 145 ഡിഗ്രി. എസ് വേവിന്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത് 105 തുടങ്ങി 105 ഡിഗ്രി വരെ. അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എസ് വേവ് ഹാവ് മോർ ഷാഡോ സോൺ ദാൻ പി വേവ്. നിങ്ങളിവിടെ എസ് വേവിന്റെ ഷാഡോ സോൺ കാണുന്നുണ്ട്, അതിലും കുറവാണ് പി വേവിന്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എസ് വേവ് ഹാവ് മോർ ഷാഡോ സോൺ ദാൻ പി വേവ്. അപ്പൊ എസ് വേവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ എസ് വേവ് എന്തുകൊണ്ടാണ് സെക്കൻഡറി വേവ് എന്ന് വിളിക്കുന്നത്? ഇറ്റ് അറൈസ് ദി സർഫസ് ആഫ്റ്റർ എ ടൈം ലൈൻ. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അത് സർഫസിൽ എത്തുക. രണ്ടാമത്തെ കാര്യം അതിന്റെ പ്രൊപ്പഗേഷൻ, അത് ട്രാൻസ്വേഴ്സ് ആണ്. എർത്തിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആണ് അത് മൂവ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഡിസ്റ്റോർഷണൽ വേവ് എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡിസ്റ്റോർഷണൽ വേവ് എന്ന് വിളിക്കുന്നത്? കാരണം എർത്തിന്റെ സർഫസിന് പെർപെൻഡിക്കുലർലി മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എർത്തിന്റെ സർഫസിലുള്ള സ്ട്രക്ചർ ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അതുകൊണ്ടാണ് അതിനെ ഡിസ്റ്റോർഷണൽ വേവ് എന്ന് വിളിക്കുന്നത്. ഇനി അത് സോളിഡ് മീഡിയത്തിലൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഔട്ടർ കോറിനെ അത് കട്ട് ചെയ്യില്ല. ഔട്ടർ കോറിനെ കട്ട് ചെയ്യില്ലെങ്കിൽ അതിന്റെ ഷാഡോ സോൺ 105നും 105നും ഇടയിലാണ്. അപ്പൊ ഇതോടുകൂടി അപ്പൊ നിങ്ങൾ ഓർക്കണോട്ടെ, എസ് വേവിനാണ് പി വേവിനേക്കാളും ഷാഡോ സോൺ ഉള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എസ് വേവ് ആണ് കൂടുതൽ വിനാശകാരി. പി വേവിനേക്കാളും വിനാശകാരി എസ് വേവ് ആണ്, കാരണം സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് സർഫസ് വേവ് ആണ്. സർഫസ് വേവ് ഞാൻ പറഞ്ഞു, പി വേവും എസ് വേവും ഉണ്ടായി അത് സർഫസിൽ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് സർഫസ് വേവ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അപ്പൊ പി വേവും എസ് വേവും ഉണ്ടാവുന്നു, അതുണ്ടായി സർഫസിൽ ചെന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം സർഫസിൽ ഉണ്ടാവുന്ന ന്യൂ സെറ്റ് ഓഫ് വേവ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സർഫസ് വേവ് എന്ന് വിളിക്കുക. അപ്പൊ സർഫസ് വേവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേവിനെ നമുക്ക് ലോങ് പീരിയഡ് വേവ്സ് എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ലോങ് പീരിയഡ് വേവ്സ് എന്ന് വിളിക്കാം. അപ്പോൾ സർഫസ് വേവ്സ് ആർ ഓൾസോ നോൺ ആസ് ലോങ് പീരിയഡ് വേവ്സ്. ലോങ് പീരിയഡ് വേവ്സ് എന്നാണ് വിളിക്കുക. ഇനി ഇവരുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷനാണ്. അതായത് എർത്തിന്റെ സർഫസ് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ സർഫസ് തന്നെ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടേക്കും മൂവ് ചെയ്യും. അപ്പൊ ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷൻ ആണ് ഇവരുടേത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എസ് വേവ് എന്ന് പറയുന്നത് എർത്തിന്റെ അടിയിലൂടെയാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പൊ അത് ഡിസ്റ്റോർഷൻസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ എർത്തിന്റെ സർഫസിൽ തന്നെ ഒരു വേവ് ഇങ്ങനെ പോയാലോ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, മോസ്റ്റ് ഡിസ്ട്രക്ഷണൽ വേവ് ഓഫ് എർത്ത്ക്വേക്ക്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും.
മോസ്റ്റ് ഡിസ്ട്രക്ഷണൽ വേവ് ഓഫ് എർത്ത് ആണ് സർഫസ് വേവ് എന്ന് പറയുന്നത്. അതായത് എർത്ത് ഏറ്റവും കൂടുതൽ വിനാശകാരിയായ വേവ് അത് സർഫസ് വേവ്സ് ആണ്. ഇനി സീസ്മോഗ്രാഫിൽ അവസാനം അടയാളപ്പെടുത്തുന്നത്, അപ്പൊ എന്താണ് സീസ്മോഗ്രാഫ്? എർത്ത് വേവ്സിനെ റെക്കോർഡ് ചെയ്യുന്ന ഉപകരണത്തെയാണ് സീസ്മോഗ്രാഫ് എന്ന് പറയുക. എർത്ത് റെക്കോർഡ് ചെയ്യുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. എർത്ത് വേവ്സ്, അപ്പൊ നിങ്ങൾ വിചാരിക്കും എർത്ത് അളക്കുന്ന ഉപകരണമെന്ന്. അല്ല, എർത്ത് അളക്കുന്ന ഉപകരണമല്ല സീസ്മോഗ്രാഫ്. എർത്തിലെ വേവ്സ് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഈ സീസ്മോഗ്രാഫിൽ അവസാനമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നത് സർഫസ് വേവ്സ് ആണ്. എന്തുകൊണ്ട് അവസാനം റെക്കോർഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്? കാരണം ഇവരാണ് അവസാനം ഉണ്ടാവുന്നത്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ സീസ്മോഗ്രാഫിൽ ആദ്യം റെക്കോർഡ് ചെയ്യപ്പെടുന്ന വേവ് ഏതായിരിക്കും? ഒന്ന് കമന്റ് ചെയ്യാവോ? അങ്ങനെയെങ്കിൽ സീസ്മോഗ്രാഫിൽ ആദ്യം റെക്കോർഡ് ചെയ്യപ്പെടുന്ന വേവ് ആരായിരിക്കും? നിങ്ങളിപ്പോ 3 വേവ്സ് പഠിച്ചു, പ്രൈമറി, സെക്കൻഡറി, സർഫസ് വേവ്സ്. ഇതിൽ ആരായിരിക്കും ആദ്യം റെക്കോർഡ് ചെയ്യപ്പെടുന്ന വേവ്? വെരി ഗുഡ് ശ്രീറാം, പി വേവ്. പി വേവ് ആയിരിക്കും ഫസ്റ്റ് റെക്കോർഡ് ചെയ്യപ്പെടുക. അപ്പൊ ഇത് അറിഞ്ഞിരിക്കുക, എർത്തില് ഏറ്റവും സീസ്മോഗ്രാഫിൽ ആദ്യം റെക്കോർഡ് ചെയ്യപ്പെടുന്ന പി വേവ് ആണ്. അവസാനം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് സർഫസ് വേവ്. രണ്ടാമത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ആരാ? എസ് വേവ്. ആദ്യം പി വേവ് റെക്കോർഡ് ചെയ്യപ്പെടും, അത് കഴിഞ്ഞ് എസ് വേവ് റെക്കോർഡ് ചെയ്യപ്പെടും, അത് കഴിഞ്ഞ് ലാസ്റ്റ് സർഫസ് വേവ് റെക്കോർഡ് ചെയ്യപ്പെടും. ഇനി എർത്തിലെ ഏറ്റവും വിനാശകാരിയായ വേവ് ഏതാ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എർത്തിലെ മോസ്റ്റ് ഡിസ്ട്രക്ഷണൽ വേവ് ഏതാ? ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. മോസ്റ്റ് ഡിസ്ട്രക്ഷണൽ വേവ്, ഒരു എർത്ത് ഉണ്ടാവുമ്പോൾ ഏറ്റവും കൂടുതൽ വിനാശം വിതയ്ക്കുന്ന വേവ് പി ആണോ, എസ് ആണോ, സർഫസ് വേവ് ആണോ? വെരി ഗുഡ് ശില്പ, സർഫസ് വേവ് ആണ്. സർഫസ് വേവ് കാരണം നമ്മൾ പറഞ്ഞു സർഫസ് വേവ് എർത്തിന്റെ സർഫസിലൂടെ പോകുന്ന അപ്പ് ആൻഡ് ഡൗൺ ആണ് പോകുന്നത്. അപ്പൊ ഏറ്റവും വിനാശകാരിയായ വേവ് സർഫസ് വേവ്. വെരി ഗുഡ് ശ്രീറാം. അപ്പൊ ലീസ്റ്റ് ഡിസ്ട്രക്ഷണൽ വേവ് ആരായിരിക്കും? എർത്തിലെ ഏറ്റവും കുറവ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന വേവ് ആരായിരിക്കും? ഒന്ന് കമന്റ് ചെയ്യാവോ? ലീസ്റ്റ് ഡിസ്ട്രക്ഷണൽ വേവ് ഓഫ് എർത്ത്. മോസ്റ്റ് ഡിസ്ട്രക്ഷണൽ സർഫസ് വേവ് ആണ്. അപ്പൊ ലീസ്റ്റ് ഡിസ്ട്രക്ഷണൽ വേവ് ആരാ? അത് പി വേവ് ആണ്. അത് പ്രൈമറി വേവ് അല്ലെങ്കിൽ പി വേവ് ആണ്. വെരി ഗുഡ് ശില്പ ആൻഡ് ശ്രീറാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ സർഫസ് വേവ്സിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ലവ് വേവ് എന്നും റെയ്ലി വേവ് എന്നും. സർഫസ് വേവ്സിനെ വീണ്ടും രണ്ടായി തിരിക്കുകയാണ്, ലവ് വേവ് എന്നും റെയ്ലി വേവ് എന്നും. നിങ്ങളുടെ ബുക്കിൽ ഈ ലവ് വേവും റെയ്ലി വേവും തിരിച്ചാ തന്നിരിക്കുന്നത്. അങ്ങനെയല്ല, ലവ് വേവ് എന്ന് പറഞ്ഞാൽ സൈഡ് ടു സൈഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത്. ലവ് വേവ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം വേവ് താഴോട്ടും മുകളിലോട്ടും മൂവ് ചെയ്യും, അതേസമയം സൈഡ് ടു സൈഡ് ഡിസ്പ്ലേസ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് പിക്ചർ കാണിച്ചു തരാം. അപ്പൊ ലവ് വേവും റെയ്ലി വേവും എന്തിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ സർഫസ് വേവിന് ഉദാഹരണമാണ്. ലവ് വേവും റെയ്ലി വേവും സർഫസ് വേവിന് ഉദാഹരണമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പിക്ചർ കാണാൻ പറ്റും. ലവ് വേവ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം അപ്പ് ആൻഡ് ഡൗണും മൂവ് ചെയ്യും, അതേസമയം തന്നെ സൈഡ് ടു സൈഡ് മൂവ്മെന്റും ഉണ്ട്. ഒരേ സമയം അപ്പ് ആൻഡ് ഡൗണും മൂവ് ചെയ്യും, സൈഡ് ടു സൈഡും മൂവ് ചെയ്യുന്നുണ്ട്. റെയ്ലി വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. റെയ്ലി വേവ് എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. ലവ് വേവ് സൈഡ് ടു സൈഡ് മൂവ് ചെയ്യും. മോസ്റ്റ് ഡിസ്ട്രക്ഷണൽ വേവ് ഓഫ് എർത്ത് അപ്പോ ലവ് വേവ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക, തിരിച്ചാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേണേ. ലവ് വേവ് സൈഡ് ടു സൈഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. അല്ല, ലവ് വേവ് അപ്പ് ആൻഡ് ഡൗൺ അല്ല, റെയ്ലി വേവ് ആണ് അപ്പ് ആൻഡ് ഡൗൺ. ലവ് വേവ് സൈഡ് ടു സൈഡും അപ്പ് ആൻഡ് ഡൗണും ആണ് മൂവ് ചെയ്യുന്നത് എന്നൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതിന് തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എർത്ത് ആണ്. അപ്പൊ എർത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 5ആയിട്ട്. എന്തിന്റെ ബേസിസിലാണ് എർത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എർത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് കോസിന്റെ ബേസിസിലാണ്. എന്തുകൊണ്ട് എർത്ത് ഉണ്ടാവുന്നു? ബേസ്ഡ് ഓൺ ദി കോസ് ഓഫ് എർത്ത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദി കോസ് ഓഫ് എർത്ത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദി കോസ് ഓഫ് എർത്ത്. എർത്ത് കോസ് അനുസരിച്ച് നമുക്ക് എർത്ത് 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. Based on the cause of earthquake, we can classify earthquake into 5. Tectonic earthquake, volcanic earthquake, collapse earthquake, explosion earthquake, reservoir induced earthquake. 5ആയിട്ട് അതിരിക്കുന്നത്. Tectonic earthquake, volcanic earthquake, collapse earthquake, explosion earthquake, reservoir induced earthquake.
അപ്പൊ എന്താ ടെക്ടോണിക് എർത്ത്? ആർക്കെങ്കിലും കമന്റ് ചെയ്യാവോ? എന്തായിരിക്കും ടെക്ടോണിക് എർത്ത്? ആ പേരിൽ തന്നെയുണ്ട്. നമ്മള് എന്താ ഇനി അങ്ങോട്ട് പോകുമ്പോ തിയറീസ് ഒക്കെ കേൾക്കും. എന്താണ് ടെക്ടോണിക് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർക്കെങ്കിലും കമന്റ് ചെയ്യാവോ? എന്തായിരിക്കും ടെക്ടോണിക് എർത്ത് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യ നോർത്തിലോട്ട് മൂവ് ചെയ്യുന്നു, കാനഡ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു, അതുപോലെ പസഫിക് ഓഷ്യൻ ചുരുങ്ങുന്നു, അറ്റ്ലാന്റിക് ഓഷ്യൻ വലുതാവുന്നു എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? അവിടെ ശരിക്കും സംഭവിക്കുന്നത് ലിത്തോസ്ഫിയർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലിത്തോസ്ഫിയറിനെയാണ് പ്ലേറ്റ് എന്ന് പറയാ. അത് മൂവ് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പൊ ലിത്തോസ്ഫിയറിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് വിളിക്കുക. ലിത്തോസ്ഫിയർ എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞാലോ, ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാന്റിൽ, അതിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുക. അപ്പൊ ലിത്തോസ്ഫിയറിക് പ്ലേറ്റിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന എർത്ത് ആണ് ടെക്ടോണിക് എർത്ത് എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന എർത്ത്, അതിനെയാണ് ടെക്ടോണിക് എർത്ത് എന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് ഹിമാലയത്തിൽ എർത്ത് ഉണ്ടാവും, നേപ്പാളിൽ എർത്ത് ഉണ്ടാവും. ഇത് ടെക്ടോണിക് എർത്ത് ആണ്. ഇടയ്ക്കിടയ്ക്ക് നേപ്പാളിലൊക്കെ ഉണ്ടാവുന്ന എർത്ത് എന്ന് പറയുന്നത് ടെക്ടോണിക് എർത്ത് ആണ്. അതെന്താ ടെക്ടോണിക് എർത്ത് ആവുന്നത്? കാരണം ഹിമാലയം ഇരിക്കുന്നത്, അല്ലെങ്കിൽ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം ഇരിക്കുന്നത് യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും കൂട്ടിയിടിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ലിത്തോസ്ഫിയറിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന എർത്ത് ആണ് ടെക്ടോണിക് എർത്ത്. അടുത്തത് വോൾക്കാനിക് എർത്ത്. എന്താണ് വോൾക്കാനിക് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. എന്തായിരിക്കും വോൾക്കാനിക് എർത്ത്? വോൾക്കാനിസം കൊണ്ട് ഉണ്ടാവുന്ന എർത്ത്, അതായത് വോൾക്കാനിസം വഴി ഉണ്ടാവുന്ന എർത്ത് വോൾക്കാനിക് എർത്ത് എന്ന് പറയുക. വോൾക്കാനിസം വഴി ഉണ്ടാവുന്ന എർത്ത്. അടുത്ത കൊളാപ്സ് എർത്ത്. കൊളാപ്സ് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മൈൻസ് അല്ലെങ്കിൽ ഖനികള് ഇടിഞ്ഞു വീഴുമ്പോ ഉണ്ടാവുന്ന എർത്ത്. അപ്പൊ അത് ഓർത്തിരുന്നോ? ടെക്ടോണിക് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ് മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന എർത്ത് ആണ് ടെക്ടോണിക് എർത്ത് എന്ന് പറയുന്നത്. വോൾക്കാനിക് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾക്കാനിസം കൊണ്ട് ഉണ്ടാവുന്ന എർത്ത്. കൊളാപ്സ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖനികള് അല്ലെങ്കിൽ ഖനികളുടെ മുകൾ ഭാഗം, മൈൻ റൂഫ് കൊളാപ്സും കൊണ്ട് ഉണ്ടാവുന്ന എർത്ത് ആണ് എന്ത്? കൊളാപ്സ് എർത്ത്. പിന്നെ എക്സ്പ്ലോഷൻ എർത്ത് ഉണ്ട്. എക്സ്പ്ലോഷൻ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ എക്സ്പീരിമെന്റ്സ് കൊണ്ട് ഉണ്ടാവുന്ന എർത്ത്. ന്യൂക്ലിയർ എക്സ്പീരിമെന്റ്സ് കൊണ്ട് ഉണ്ടാവുന്ന എർത്തിനെയാണ് കൊളാപ്സ് എർത്ത് അല്ല എക്സ്പ്ലോഷൻ എർത്ത് എന്ന് പറയാം. എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കുന്നത്. ഇനി റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത്. റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താ? ഡാംസ്. ഡാംസിനെയാണ് റിസർവോയർ എന്ന് പറയാം. നമുക്കറിയാം ഡാംസിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്താറുണ്ട്. വെള്ളം കെട്ടി നിർത്തുമ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ അതിൽ കെട്ടി നിർത്തും. ഈ വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യും. ഇതിനെയാണ് റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത് എന്ന് പറയുന്നത്. ഈ വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് ഇത് മൂവ് ചെയ്യുന്നതിനെയാണ് റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എർത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് കൊയ്ന ഡാം എർത്ത്. പരീക്ഷയ്ക്ക് ചോദിക്കും, കൊയ്ന ഡാം എർത്ത് ആണ് റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്തിന് എക്സാമ്പിൾ. അപ്പൊ കൊയ്ന ഡാം എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലായിരുന്നു. അത് മഹാരാഷ്ട്രയിലെ കൊയ്ന എന്ന നദിക്ക് കുറുകെ പണിത ഒരു ഡാം ആണ്. അപ്പൊ ഈ ഡാം പണി കഴിപ്പിച്ചതിന് ശേഷമാണ് അവിടെ എർത്ത് ഉണ്ടാകുന്നത്. ഇനി കൊയ്ന റിവർ ആരുടെ ട്രിബ്യൂട്ടറി ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷ്ണ റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ്. അത് കൃഷ്ണ റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ് എന്ത്? കൊയ്ന റിവർ എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്സ് ഓഫ് എർത്ത് നമുക്ക് 5 ആയിട്ട് തിരിക്കാം. ടെക്ടോണിക് എർത്ത് പ്ലേറ്റ് മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന എർത്ത്, വോൾക്കാനിക് എർത്ത് വോൾക്കാനിസം വഴി ഉണ്ടാവുന്ന എർത്ത്, കൊളാപ്സ് എർത്ത് എന്ന് പറഞ്ഞാൽ മൈൻ റൂഫ് കൊളാപ്സും കൊണ്ട് ഉണ്ടാവുന്ന എർത്ത്, എക്സ്പ്ലോഷൻ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ന്യൂക്ലിയർ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാവുന്ന എർത്ത്. റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡാം പണിയെടുപ്പിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന എർത്ത്. എക്സാമ്പിൾ ആണ് കൊയ്ന ഡാം എർത്ത്. കൊയ്ന റിവറിന് കുറുകെയാണ് ഈ ഡാം പണിയെടുപ്പിച്ചത്. മഹാരാഷ്ട്രയിലായിരുന്നു. ഈ പോയിന്റ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കൊയ്ന റിവർ കൃഷ്ണ റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ 5 ടൈപ്പ് എർത്ത് നമ്മൾ പഠിച്ചു. ഇനി എർത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ എർത്ത് മെഷർ ചെയ്യുന്നത്? ഹൗ ടു മെഷർ എർത്ത്? നമ്മൾ സാധാരണ ന്യൂസ് പേപ്പറിൽ കാണുമ്പോൾ റിക്ടർ സ്കെയിലാണ് കാണുക, അല്ലെ? നമ്മൾ സാധാരണ ഇങ്ങനെ വായിക്കുക. ഡൽഹിയിലാണ് അടുത്തിടയ്ക്ക് എർത്ത് ഉണ്ടായത്. അപ്പൊ നമ്മൾ വായിച്ചു
റിക്ടർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തിയ ഭൂചലനം ഡൽഹിയിലുണ്ടായി എന്ന് വായിച്ചു. അപ്പൊ റിക്ടർ സ്കെയിലിലാണ് സാധാരണ രീതിയിൽ എർത്ത് പറയാം. അപ്പൊ റിക്ടർ സ്കെയിൽ കൂടാതെ ഒരു സ്കെയിൽ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ എർത്ത് മെഷർ ചെയ്യാനായിട്ട്. അപ്പൊ എർത്ത് മെയിൻ ആയിട്ട് 2 സ്കെയിലാണ് മെഷർ ചെയ്യുക. ഒന്ന് റിക്ടർ സ്കെയില്, 2 മെർക്കാലി സ്കെയിൽ. അപ്പൊ 2 സ്കെയിൽസിലാണ് നമ്മൾ എർത്ത് മെഷർ ചെയ്യുന്നത്. ഒന്ന് റിക്ടർ സ്കെയില്, 2 മെർക്കാലി സ്കെയിൽ. റിക്ടർ സ്കെയിലും മെർക്കാലി സ്കെയിലും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു പണി ചെയ്യാം. റിക്ടർ സ്കെയിലും മെർക്കാലി സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇനി റിക്ടർ സ്കെയിലിൽ എന്താ അളക്കുന്നത്, മെർക്കാലി സ്കെയിലിൽ എന്താ അളക്കുന്നത് എന്ന് നോക്കാം. ഇപ്പൊ റിക്ടർ സ്കെയിലിൽ നമ്മൾ എന്താ അളക്കുന്നത്? റിക്ടർ സ്കെയിലിൽ പറയുന്നത് എർത്ത് മാഗ്നിറ്റ്യൂഡ് ആണ്. മാറിപ്പോയത്, റിക്ടർ സ്കെയിലിൽ നമ്മൾ അളക്കുന്നത് എർത്ത് മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എന്ന വേർഡും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഡ്യൂറിങ് എർത്ത്. ഒരു എർത്ത് സമയത്ത് എത്രത്തോളം എനർജി റിലീസ് ചെയ്തു എന്നതാണ് മാഗ്നിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് മീൻസ് എനർജി റിലീസ്ഡ് ഡ്യൂറിങ് എർത്ത്. ഒരു എർത്തിൽ എത്രത്തോളം എനർജി റിലീസ് ചെയ്തു, അതിനാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. 0 to 10 ആണ് അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത്. 0 to 10 ആണ് അതിന്റെ സ്കെയിൽ. നമ്മുടെ ബുക്കിൽ 1 to 10 എങ്ങാണ്ട് വന്നത് തെറ്റാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, റിക്ടർ സ്കെയിലിൽ നമ്മൾ അളക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ആണ്. നമ്മൾ പറഞ്ഞു ഈ സ്കെയിലിന്റെ അളവ് എന്ന് പറയുന്നത് 0 to 10 ആണ്. ഈ സ്കെയിലിന്റെ അളവ് എന്ന് പറയുന്നത് 0 to 10 ആണ് എന്നൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ മെർക്കാലി സ്കെയിലിൽ എന്തായിരിക്കും അളക്കുന്നത്? റിക്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് ആണ്. അങ്ങനെയെങ്കിൽ മെർക്കാലി സ്കെയിലിൽ നമ്മൾ അളക്കുന്നത് ഇന്റൻസിറ്റി ആണ്. മെർക്കാലി സ്കെയിലിൽ നമ്മൾ അളക്കുന്നത് ഇന്റൻസിറ്റി ആണ്. എന്താണ് മാഗ്നിറ്റ്യൂഡും ഇന്റൻസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ആണ്. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിൾ ഡാമേജ് കോസ്ഡ് ബൈ എർത്ത് ആണ്. ഒരു എർത്ത് കൊണ്ട് എത്രത്തോളം വിസിബിൾ ഡാമേജ് ഉണ്ടായി, അതാണ് മെർക്കാലി സ്കെയിലിൽ അളക്കുന്നത്. സ്കെയില് 1 to 12 ആണ്. അപ്പൊ മെർക്കാലി സ്കെയില് ഇന്റൻസിറ്റി സ്കെയിൽ ആണ്. അതിൽ നമ്മൾ അളക്കുന്നത് വിസിബിൾ ഡാമേജ് ആണ്. അതിന്റെ റേഞ്ച് 1 to 12 ആണ് എന്നൊന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്തേ. റിക്ടർ സ്കെയില്, കാരണം ഇത് നിങ്ങൾക്ക് മാറിപ്പോകും. റിക്ടർ സ്കെയിലില് നമ്മൾ അളക്കുന്നത് എനർജി ആണ്, എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഡ്യൂറിങ് എർത്ത്. ഇനി നമ്മൾ പറഞ്ഞു ഇത് എന്താ അളക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ആണ് അളക്കുന്നത്. ഈ എമൗണ്ട് ഓഫ് എനർജിനെയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. മെർക്കാലി സ്കെയിലോ ഇന്റൻസിറ്റി ആണ് അളക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മെർക്കാലി സ്കെയിൽ 1 to 12 ആണ്, റിക്ടർ സ്കെയിലോ 0 to 10 ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. റിക്ടർ സ്കെയിലിൽ 7 രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ചെന്നൈയിൽ ഉണ്ടായി എന്ന് വിചാരിക്കുക, ചെന്നൈ നഗരത്തില്. ഇനി റിക്ടർ സ്കെയിലിൽ 7 രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം നമ്മുടെ താർ മരുഭൂമിയിൽ ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ 2 സ്ഥലത്തും റിക്ടർ സ്കെയിൽ റീഡിംഗ് 7 ആണ്. മനസ്സിലായോ? റിക്ടർ സ്കെയിലിൽ 7 രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ചെന്നൈ നഗരത്തിൽ നടന്നു. അതുപോലെ തന്നെ റിക്ടർ സ്കെയിലിൽ 7 രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം താർ മരുഭൂമിയിൽ നടന്നു. എവിടെയായിരിക്കും നാശനഷ്ടം കൂടുതൽ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. എവിടെയായിരിക്കും നാശനഷ്ടം കൂടുതൽ? ചെന്നൈയിലായിരിക്കോ അല്ലെങ്കിൽ താർ മരുഭൂമിയിലായിരിക്കോ? 2 സ്ഥലത്തും എനർജി ഒരുപോലെയാണ്, പക്ഷെ നാശനഷ്ടം കൂടുതൽ ആർക്കാണ്? വെരി ഗുഡ്, ചെന്നൈയിലായിരിക്കും. അപ്പൊ വിസിബിൾ ഡാമേജ് കൂടുതൽ ചെന്നൈയിലാണ്. അങ്ങനെയെങ്കിൽ ഇന്റൻസിറ്റി സ്കെയിൽ ഓഫ് ചെന്നൈ എന്ന് പറയുന്നത് 7 or 8 ആയിരിക്കും. പക്ഷെ ഇന്റൻസിറ്റി സ്കെയിൽ ഓഫ് താർ മരുഭൂമിയോ 2 or 3 ആയിരിക്കും. അവിടെയാണ് വ്യത്യാസം. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ എന്താണ് ഇന്റൻസിറ്റിയും എന്താണ് മാഗ്നിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് എർത്ത് കുറിച്ച് നോക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ എന്താണ് എർത്ത്? ഞാൻ പറഞ്ഞു, അതായത് ഷെയ്ക്കിംഗ് ഓഫ് എർത്ത് കോസ്ഡ് ബൈ റിലീസിങ് ഓഫ് എനർജി. അതായത് എനർജി റിലീസ് ചെയ്യുന്നതുകൊണ്ട് എർത്ത് ഷെയ്ക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? എർത്ത് എന്ന് പറയാം. എർത്തിൽ ഒരു സെറ്റ് ഓഫ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവർ സീസ്മിക് വേവ്സ് എന്ന് വിളിക്കുന്നു. അവരെല്ലാ ഡയറക്ഷനിലോട്ടും മൂവ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എവിടെ നിന്നാണോ എർത്ത് ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ ഭൂകമ്പനാഭി അഥവാ ഫോക്കസ് അഥവാ ഹൈപ്പോസെന്റർ എന്ന് വിളിക്കുന്നു. ഇനി
അതിന്റെ തൊട്ടു മുകളിൽ പെർപെൻഡിക്കുലർലി ഇരിക്കുന്ന സ്ഥലമാണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. എപ്പി സെന്ററിലാണ് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നത്, ഇതിന്റെ ഒരു ഇമ്പാക്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ എപ്പി സെന്റർ എപ്പോഴും എർത്തിന്റെ സർഫസിലായിരിക്കും എന്ന് വിചാരിക്കുക. ഇനി സീസ്മിക് വേവ്സിനെ നമ്മൾ രണ്ടായി തിരിച്ചു, ബോഡി വേവ് എന്നും സർഫസ് വേവ് എന്നും. ബോഡി വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന വേവുകളാണ് ബോഡി വേവ്സ്. ഈ ബോഡി വേവ്സ് സർഫസിൽ ചെന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ന്യൂ സെറ്റ് ഓഫ് വേവ്സ് ആണ് സർഫസ് വേവ് എന്ന് പറയുന്നത്. ഇനി ബോഡി വേവ്സിനെ വീണ്ടും നമുക്ക് രണ്ടായി തിരിക്കാം, പ്രൈമറി വേവ് എന്നും സെക്കൻഡറി വേവ് എന്നും. പ്രൈമറി വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഫസ്റ്റ് ടു റീച്ച് ദി സർഫസ്. എർത്തിന്റെ സർഫസിൽ ഫസ്റ്റ് എത്തുന്ന വേവുകളാണ് പ്രൈമറി വേവ്. ഇനി ഫസ്റ്റ് എത്തണം എന്നുണ്ടെങ്കിൽ അവര് ഫാസ്റ്റ് ആയിരിക്കണം. അപ്പൊ ഫാസ്റ്റർ വേവ്സ് ആണ്. നമ്മൾ പറഞ്ഞു ലോഞ്ചിറ്റ്യൂണൽ പ്രൊപ്പഗേഷൻ ആണ്, അതായത് പോകുന്ന സ്ഥലത്ത് കംപ്രഷനും എക്സ്പാൻഷൻ ഉണ്ടാക്കും. ഇപ്പൊ ഡെൻസിറ്റി ഡിഫറൻസസ് ഉണ്ടാക്കുന്നുണ്ട്, കംപ്രഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് കംപ്രഷണൽ വേവ് എന്ന് വിളിക്കുന്നു. പിന്നെ സോളിഡ് ലിക്വിഡ് ഗേഷ്യസ് മീഡിയം, മൂന്നെണ്ണത്തിൽ കൂടെ പാസ് ചെയ്യും, സോളിഡ് ലിക്വിഡ് ഗേഷ്യസ്. ഷാഡോ സോൺ എന്ന് പറയുന്നത് 105നും 145നും ഇടയിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എസ് വേവിന്റെ കാര്യം, സെക്കൻഡറി വേവ്, അതായത് ഒരു ടൈം ലാഗിന് ശേഷമാണ് അവരെത്തുന്നത് സർഫസിലോട്ട്. പ്രൊപ്പഗേഷൻ ട്രാൻസ്വേഴ്സ് ആണ്. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് സാധനങ്ങളെ നശിപ്പിക്കും. അപ്പൊ ഡിസ്റ്റോർഷണൽ വേവ് എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു സോളിഡിലൂടെ മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ, സോളിഡിലൂടെ മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ എങ്കിൽ ഔട്ടർ കോറിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഷാഡോസ് 105നും 105നും ഇടയിലായിട്ട് വരും. സർഫസ് വേവ്, അതായത് നമ്മുടെ ബോഡി വേവ്സ് സർഫസിൽ ചെന്ന് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സർഫസിൽ ഉണ്ടാവുന്ന ന്യൂ സെറ്റ് ഓഫ് വേവ്സ് ആണ് സർഫസ് വേവ്. ഇവര് പെർപെൻഡിക്കുലർലി ആണ് എന്താ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതായത് ഇതേ പ്രൊപ്പഗേഷൻ തന്നെ, ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷൻ ആണ്. പക്ഷെ ഇവരുടെ പ്രശ്നം, ഇവർ ഭൂമിയുടെ സർഫസിലൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞ എന്താണ്, ഇവര് മോസ്റ്റ് ഡിസ്ട്രക്ഷണൽ വേവ്സ് ആണ്. ഏറ്റവും അവസാനം ഉണ്ടാവുന്നതുകൊണ്ട് സീസ്മോഗ്രാഫിയിൽ ലാസ്റ്റ് റെക്കോർഡ് ചെയ്യപ്പെടുന്ന വേവ്സ് ആണ്. ഇവർക്ക് ഉദാഹരണമാണ് ലവും റെയിലിയും. ലവ് വേവ് സൈഡ് ടു സൈഡും മൂവ് ചെയ്യും, അപ്പ് ആൻഡ് ഡൗണും മൂവ് ചെയ്യും. റെയിലി വേവ്സ് അപ്പ് ആൻഡ് ഡൗൺ മാത്രം മൂവ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ടൈപ്സ് ഓഫ് എർത്ത്, 5 ടൈപ്പ്: ടെക്ടോണിക്, വോൾക്കാനിക്, കൊളാപ്സ്, എക്സ്പ്ലോഷൻ, റിസർവോയർ ഇൻഡ്യൂസ്ഡ്. റിസർവോയർ ഇൻഡ്യൂസ്ഡ് എക്സാമ്പിൾ ആണ് കൊയ്ന ഡാം എർക്യൂക്ക് മഹാരാഷ്ട്രയിൽ നടന്നത്. കൊയ്ന റിവർ കൃഷ്ണ റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു എർക്യൂക്ക് എങ്ങനെ മെഷർ ചെയ്യാം, 2 സ്കെയിൽസ് ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്, റിക്ടർ സ്കെയിലും മെർക്കാലി സ്കെയിലും. റിക്ടർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആണ് അളക്കുക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ്. ഇനി നമ്മുടെ അത് അളക്കുന്ന സ്കെയിൽ 0 to 10 വരെയാണ് ഉള്ളത്. മെർക്കാലി സ്കെയിൽ എന്ന് പറഞ്ഞാൽ വിസിബിൾ ഡാമേജ് ആണ് അളക്കുക. വിസിബിൾ ഡാമേജ് കോസ്ഡ് ബൈ എർത്ത്, അതിനാണ് ഇന്റൻസിറ്റി എന്ന് വിളിക്കുക. അത് 1 to 12 വരെയാണ്. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ടൈം ആണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ആൻസർ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഇത് പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻ. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ടും വരും. പ്രൈമറി വേവും സെക്കൻഡറി വേവും എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നുണ്ട്. പക്ഷെ സർഫസ് വേവുകൾ സഹായിക്കുന്നില്ല. ലവ് വേവും സർഫസ് വേവും, ഇവര് രണ്ടുപേരും വരില്ല. അപ്പൊ ഞാൻ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്, ഇതിനൊരു സിംഗിൾ ആൻസർ ഇല്ല ബേസിക്കലി. ഇത് പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻ ആണ്. PSC എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പ്രൈമറി വേവും സെക്കൻഡറി വേവും ഭൂമിക്കുള്ളിലൂടെ ചലിക്കുന്നതുകൊണ്ട് ഭൂമിയുടെ ഇന്റീരിയറിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അവർ സഹായിക്കും. ബോഡി വേവ്സ് വഴി നമുക്ക് എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് മനസ്സിലാക്കാം. പക്ഷെ സർഫസ് വേവ്സ് കൊണ്ട് നമുക്ക് ഒരിക്കലും എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്, കറക്റ്റ്ലി മാച്ച് അല്ലാത്തത് ആരാണോ? പ്രൈമറി വേവ് കംപ്രഷണൽ വേവ് എന്ന് വിളിക്കും, ശരിയാണ്. സെക്കൻഡറി വേവ് ഡിസ്റ്റോർഷണൽ വേവ് എന്ന് വിളിക്കും, അത് ശരിയാണ്. സർഫസ് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ? അല്ല. സർഫസ് വേവ് എന്താണ്? സർഫസ് വേവ് എങ്ങനെ പോകുന്നത്? ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷൻ ആണ്, ഇങ്ങനെയാണ് പോകുന്നത്.
സർഫസ് വേവിന്റെ പ്രൊപ്പഗേഷൻ ട്രാൻസ്വേഴ്സ് ആണ്. അപ്പൊ അത് തെറ്റാണ്. ഇനി റെയ്ലി വേവ് കണ്ടുപിടിച്ച വർഷമാണ് എഴുതിയേക്കുന്നത് 1887. 1887 റെയ്ലി വേവ് കണ്ടുപിടിക്കുന്നത് 1885 അപ്പൊ ഈ തെറ്റാണ്. ആൻസർ 3 and 4 ആണ്. നോട്ട് കറക്റ്റ് ആ ചോദിച്ചത് തെറ്റായത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ലവ് വേവ് എന്നാണ് കണ്ടുപിടിച്ചത്. ലവ് വേവ് 1911 കണ്ടുപിടിക്കുന്നത്. ലവ് വേവ് 1911 കണ്ടുപിടിക്കുന്നത്. റെയ്ലി വേവ് 1885 കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കുക. പ്രൈമറി വേവ് ആണ് എന്ത്, നമ്മുടെ കംപ്രഷണൽ വേവ് എന്ന് പറയുന്നത്. സെക്കൻഡറി വേവ് ആണ് ഡിസ്റ്റോർഷണൽ വേവ്സ്. ഇത് രണ്ടും ശരിയാണ്. പ്രൈമറി വേവിന്റെ പ്രൊപ്പഗേഷൻ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ പ്രൊപ്പഗേഷൻ. സെക്കൻഡറി വേവിന്റെ പ്രൊപ്പഗേഷൻ ആണ് ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷൻ. സർഫസ് വേവിന്റെ പ്രൊപ്പഗേഷൻ എഗെയിൻ ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ചെയ്തു നോക്കുക. Consider the following statements related to seismic waves. Which of the following statements are correct? ഓക്കെ, നമുക്ക് നോക്കാം. സർഫസ് വേവ് കവർ ലാർജസ്റ്റ് ഡിസ്റ്റൻസ്. അത് ശരിയാണ്. സർഫസ് വേവ് ആണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. അപ്പൊ അത് അറിയില്ലെങ്കിൽ അത് ഓർത്ത് വെച്ചോളുക. സർഫസ് വേവ് ആണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന വേവ്. പി വേവ് ട്രാവൽ വിത്ത് ഫാസ്റ്റസ്റ്റ് സ്പീഡ് ത്രൂ ദ സോളിഡ് മെറ്റീരിയൽ. അത് ശരിയാണ്. സോളിഡ് മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് പി വേവിന് സ്പീഡ് കൂടുതൽ. എസ് വേവ് ക്യാൻ പാസസ് ത്രൂ ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ്. അത് തെറ്റാണ്. നമ്മൾ പഠിച്ചതാണ് പി വേവിന് എന്തിലൂടെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. പി വേവിന് എസ് വേവിന് സോളിഡ് മീഡിയത്തിലൂടെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് തെറ്റാ. എസ് വേവിന് സോളിഡ് മീഡിയത്തിലൂടെ മാത്രമേ പോകാനായിട്ട് പറ്റത്തുള്ളൂ. ചൂസ് ദി കറക്റ്റ് ആൻസർ ആണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. 1 and 2 ആണ് കറക്റ്റ് ആൻസർ. 1 and 2 ആണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ട് തേർഡ് തെറ്റുന്നു? കാരണം സോളിഡ് മീഡിയത്തിലൂടെ മാത്രമേ എസ് വേവ് പോകത്തുള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എർത്ത് എന്ന ടോപ്പിക് തീർന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വോൾക്കാനിസം എന്ന ടോപ്പിക് ആണ്. ഫയൽ ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ. ഓക്കെ, എന്താണ് വോൾക്കാനിസം എന്ന് പറയുന്നത്? വോൾക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അതായത് നമ്മൾ പറയില്ല അഗ്നിപർവ്വത സ്ഫോടനം, അതിനാണ് വോൾക്കാനിസം എന്ന് പറയുക. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരു വോൾക്കാനോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരുന്ന പിക്ചർ ഇതായിരിക്കും. അതായത് ഈ ഒരു പിക്ചർ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ. വോൾക്കാനോ എന്ന് പറയുമ്പോൾ ഒരു മൗണ്ടൻ ആണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ ഒരു മൗണ്ടനെ അല്ല ശരിക്കും വോൾക്കാനോ എന്ന് പറയുക. എന്താണ് വോൾക്കാനോ എന്ന് പറയുന്നത്? വോൾക്കാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെന്റ് അല്ലെങ്കിൽ ഒരു ഫിഷർ. അതായത് എർത്തിന്റെ സർഫസിലായി ഉണ്ടാവുന്ന ഒരു കുഴി അല്ലെങ്കിൽ ഒരു വെടവ്, അതിലൂടെ ലാവ, അതുപോലെ തന്നെ ആഷസ്, ഗ്യാസസ്, റോക്ക് ഫ്രാഗ്മെന്റ്സ് ഒക്കെ എർത്തിനുള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതാണ് വോൾക്കാനോ എന്ന് പറയുന്നത്. അത് വോൾക്കാനോ എന്ന് പറഞ്ഞാൽ ഒരു മൗണ്ടൻ ആയിരിക്കണം എന്ന് നിർബന്ധം ഇല്ല. വോൾക്കാനോ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു വെന്റ് അല്ലെങ്കിൽ ഒരു ഫിഷർ. വെന്റ് എന്ന് പറഞ്ഞാൽ പൈപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ. ഫിഷർ എന്ന് പറഞ്ഞാൽ ഒരു വെടവ്. അതിനുള്ളിലൂടെ എർത്തിനുള്ളിൽ നിന്ന് ലാവ, മാഗ്മ, ആഷസ്, ഗ്യാസസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വോൾക്കാനോ എന്ന് വിളിക്കാം. ഇനി വോൾക്കാനിസം എന്താണ്? വോൾക്കാനിസം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ എർത്തിനുള്ളിൽ നിന്ന് ഈ മെറ്റീരിയൽസ് പുറത്തു വരുന്ന പ്രോസസ്സിനെയാണ് വോൾക്കാനിസം എന്ന് പറയുക. എർത്തിനുള്ളിൽ നിന്ന് മോൾട്ടൺ റോക്ക്, പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽ, ഇതെല്ലാം പുറത്തു വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വോൾക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ വോൾക്കാനോയും ഉണ്ട്, വോൾക്കാനിസവും ഉണ്ട്.
വോൾക്കാനിസം എന്ന് പറയുന്നത് പ്രോസസ്സും വോൾക്കാനോ എന്ന് പറയുന്നത് സ്ട്രക്ചറുമാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സങ്കല്പം എടുത്തു കളയുക. വോൾക്കാനിക് മൗണ്ടൻസ് ആണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്ന സാധനം വോൾക്കാനിക് മൗണ്ടൻ ആണ്. വോൾക്കാനോ എന്ന് പറഞ്ഞാൽ ഒരു വെന്റ് അല്ലെങ്കിൽ ഒരു ഫിഷർ, അതിനുള്ളിലൂടെ ലാവ, മാഗ്മ, റോക്ക് ഇതൊക്കെ പുറത്തു വരുന്നു. ഇനി വോൾക്കാനിസത്തിന്റെ ഡെഫിനിഷനും വോൾക്കാനോന്റെ ഡെഫിനിഷനും നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് വോൾക്കാനിസം ഉണ്ടാകുന്നത്. വോൾക്കാനിസം ഉണ്ടാവുന്നതിന് കാരണം ഭൂമിക്കുള്ളിൽ ചൂട് നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഭൂമിക്കുള്ളിൽ ചൂട് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ വോൾക്കാനിസം എന്ന പ്രതിഭാസം നടക്കുന്നത്. അപ്പൊ ഭൂമിക്കുള്ളിൽ എന്തുകൊണ്ടാണ് ചൂട് നിലനിൽക്കുന്നത്? ഭൂമിക്കുള്ളിൽ ചൂട് നിലനിൽക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഇൻസൈഡ് ദി എർത്ത്. ഭൂമിക്കുള്ളിലും റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് നിങ്ങൾക്കറിയാം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സിന്റെ ഹീറ്റ് കൊണ്ട് എന്തുണ്ടാവാം? ഭൂമിക്കുള്ളിൽ ചൂട് വരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസിജ്വൽ ഹീറ്റ് ട്രാപ്ഡ് അറ്റ് ദ ടൈം ഓഫ് ബിഗ് ബാങ്. റെസിജ്വൽ ഹീറ്റിനെ തന്നെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് പ്രൈമോർഡിയൽ ഹീറ്റ്. എന്താണ് പ്രൈമോർഡിയൽ ഹീറ്റ് എന്ന് പറഞ്ഞ അർത്ഥം? ഭൂമി ഉണ്ടായ സമയത്തെ ഉണ്ടായ ഹീറ്റ്, ആദ്യമേ ഭൂമിയിൽ ഉണ്ടായ ഹീറ്റ്, അതിനെയാണ് പ്രൈമോർഡിയൽ ഹീറ്റ് എന്ന് പറയാ. എങ്ങനെയാണ് ഭൂമി ഉണ്ടായപ്പോ ഭൂമിക്കുള്ളിൽ ഹീറ്റ് ട്രാപ്പ് ചെയ്യപ്പെട്ടത്? ഞാൻ പറയാം. അതായത് നിങ്ങൾ ബിഗ് ബാങ് തിയറി അഥവാ മഹാവിസ്ഫോടക സിദ്ധാന്തം കേട്ടിട്ടുണ്ടോ? ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം എന്നാ പറയാ. എന്താണ് ഈ തിയറിയിൽ പറയുന്നത്? ഈ തിയറിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ യൂണിവേഴ്സ്, ഇന്ന് കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടൈനി ബോൾ ആയിരുന്നു. ഇന്ന് കാണുന്ന യൂണിവേഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ടൈനി ബോൾ ആയിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഈ ടൈനി ബോളിന് എന്താ ഇൻഫിനിറ്റ് ടെമ്പറേച്ചറും ഇൻഫിനിറ്റ് പ്രഷറും അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ഡെൻസിറ്റിയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു ടൈനി ബോൾ ആയിരുന്നു. ആ ടൈനി ബോളിന് ഇൻഫിനിറ്റ് പ്രഷർ, ഇൻഫിനിറ്റ് ടെമ്പറേച്ചർ, ഇൻഫിനിറ്റ് ഡെൻസിറ്റി ആയിരുന്നു. ഈ പ്രഷറും ടെമ്പറേച്ചറും ഡെൻസിറ്റിയും കൂടിയോണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ചില സമയത്ത് പ്രഷർ കുക്കറിൽ ഫുഡ് പാകം ചെയ്യാൻ വെക്കും. അങ്ങനെ പാകം ചെയ്യാൻ വെക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടിയാലോ അല്ലെങ്കിൽ എക്സസീവ് മെറ്റീരിയൽ ഉള്ളിട്ടാലോ കുക്കർ പൊട്ടിത്തെറിക്കും. ഇതുപോലെയാണ് ഈ ഇൻഫിനിറ്റ് ടെമ്പറേച്ചറും പ്രഷറൊക്കെ ഉള്ള ഈ ഒരു ചെറിയ ടൈനി ബോൾ ആയിരുന്ന നമ്മുടെ പ്രപഞ്ചം, യൂണിവേഴ്സ് പൊട്ടിത്തെറിച്ചു. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പല ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറി. പിന്നീട് ഈ ഫ്രാഗ്മെന്റ്സ് കൂടിച്ചേർന്നിട്ടാണ് പ്ലാനറ്റ്സ് അഥവാ ഗ്രഹങ്ങൾ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഈ ടൈനി ബോളിൽ ഉണ്ടായിരുന്ന ഹീറ്റ് എനർജിയുടെ ചെറിയൊരു ഭാഗം ഈ എല്ലാ വസ്തുക്കളിലും ഉണ്ടായിട്ടുണ്ടാവാം. ഇതിൽ നിന്ന് പൊട്ടിത്തെറിച്ചുണ്ടായ എല്ലാ ഫ്രാഗ്മെന്റ്സിലും ആ ഹീറ്റ് എനർജിയുടെ ചെറിയൊരു ഭാഗം എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം? ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമി ഉണ്ടായപ്പോഴും ആ ഭൂമിയുടെ ഉള്ളിലും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന ഹീറ്റ് എനർജിയുടെ ചെറിയൊരു ഭാഗം ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈമോർഡിയൽ ഹീറ്റ് അഥവാ റെസിജ്വൽ ഹീറ്റ് എന്ന് വിളിക്കുക. റെസിജ്യൂ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? റെസിജ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവശിഷ്ടം എന്നാണ്. ബാക്കി വന്ന അപ്പൊ ബാക്കി വന്ന ഹീറ്റ് അല്ലെങ്കിൽ ബാക്കി വന്ന എനർജി അത് ഭൂമിക്കുള്ളുണ്ട്. അത് ഭൂമിനെ ചൂടാക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ഘടകങ്ങളാണ് ഭൂമിയെ ചൂടാക്കുന്നത്. ഒന്ന് റെസിജ്വൽ ഹീറ്റ് അല്ലെങ്കിൽ നമുക്ക് പ്രൈമോർഡിയൽ ഹീറ്റ് എന്ന് വിളിക്കാം. രണ്ട്, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഇൻസൈഡ് ദി എർത്ത്. ഇവര് രണ്ടുപേരും കൊണ്ട് തന്നെ നമ്മുടെ മാന്റിലിനുള്ളിൽ കൺവെക്ഷണൽ കറണ്ടുകൾ ഉണ്ടാവും. എന്താണ് കൺവെക്ഷണൽ കറണ്ട്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഭൂമിയുടെ ഉള്ളിൽ ചൂട് കൂടുതലാ. ഭൂമിക്കുള്ളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചറും പ്രഷറൊക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ നിങ്ങളോട് ഞാൻ നമ്മുടെ എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോ ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നു. എർത്തിനുള്ളിലോട്ട് പോകുന്തോറും അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിൽ നിന്ന് ഇന്റീരിയറിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കൂടും, പ്രഷർ കൂടും എന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഭൂമിക്കുള്ളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ കോർ റീജിയനോട് ചേർന്ന് നിൽക്കുന്ന മാന്റിൽ എന്ത് സ്റ്റേറ്റിലാ? ഓൾമോസ്റ്റ് സോളിഡ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മോസ്റ്റ്ലി സോളിഡ് എന്നാ ഞാൻ പറഞ്ഞത്. കംപ്ലീറ്റ്ലി സോളിഡ് അല്ല. നമ്മുടെ മാന്റിൽ എന്ന് പറയുന്ന സാധനം സെമി സോളിഡ് അവസ്ഥയിലാണ് ഇരിക്കുന്നത്. മാന്റിൽ ഇരിക്കുന്ന സെമി സോളിഡ് അവസ്ഥയിലാണ്, മോസ്റ്റ്ലി സോളിഡ് ആണ്. സെമി സോളിഡ് ആയതുകൊണ്ട് തന്നെ ഒരു കുറുക്ക് പോലെയാണ് അതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എർത്തിന്റെ കോറിനോട് ചേർന്ന് കിടക്കുന്ന മാന്റില് ചൂടാവുമ്പോ എന്ത് സംഭവിക്കും?
ചൂടാവുമ്പോൾ ഇത് വികസിക്കും. ഇത് വികസിച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ ഇത് മുകളിലോട്ട് മൂവ് ചെയ്യും. മനസ്സിലായോ? കോറിനടുത്ത് കിടക്കുന്ന മാന്റിൽ ചൂടാവും. ചൂടാവുമ്പോൾ മാന്റില് എൻലാർജ് ചെയ്യും. എൻലാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ എൻലാർജ് ചെയ്യപ്പെടുന്ന മാന്റിൽ അതെന്ത് ചെയ്യും? അതിന്റെ ഡെൻസിറ്റി കുറയും, സാന്ദ്രത കുറയും. അത് മുകളിലോട്ട് മൂവ് ചെയ്യും. മുകളിൽ വെച്ച് ഇതെന്ത് ചെയ്യും? മുകളിൽ വെച്ച് ഇത് രണ്ട് സൈഡിലോട്ട് മൂവ് ചെയ്യും. കുറച്ചു ഭാഗം എർത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും വിടവുണ്ടെങ്കിൽ, ക്രസ്റ്റിൽ എവിടെയെങ്കിലും വിടവുണ്ടെങ്കിൽ ആ വിടവിലൂടെ പുറത്തു വരും. അതാണ് വോൾക്കാനിസമായി മാറുന്നത്. അപ്പോ എങ്ങനെയാണ് വോൾക്കാനിസം നടക്കുന്നതെന്ന് ചോദിച്ചാൽ, മാന്റിലിനുള്ളിൽ മാഗ്മ പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ അതിനെയാണ് കൺവെക്ഷണൽ കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. മാന്റിലിനുള്ളിൽ കൺവെക്ഷണൽ കറണ്ട് മൂവ് ചെയ്യുമ്പോൾ കൺവെക്ഷണൽ കറണ്ട് മുകളിലോട്ട് വരുന്ന ഭാഗങ്ങളിൽ ലാവ പുറത്തോട്ട് വരുന്നതാണ് വോൾക്കാനിസമായി മാറുന്നത്. അപ്പൊ വോൾക്കാനിസത്തിന്റെ കോസസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ 3 കോസസ് ആണ് വോൾക്കാനിസത്തിന് ഉള്ളത്. ഒന്ന്, റെസിഡ്യുവൽ ഹീറ്റ് ട്രാപ്ഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ബിഗ് ബാങ്. ബിഗ് ബാങ്ങിന്റെ സമയത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ട ഹീറ്റ് എനർജി. 2, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദി എർത്ത്. എർത്തിനുള്ളിൽ വരുന്ന റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. ഇവർ രണ്ടുപേരും കൊണ്ട് തന്നെ ഭൂമിക്കുള്ളിൽ ചൂട് കൂടുന്നു. ചൂട് കൂടുമ്പോൾ മാന്റിലിനുള്ളിൽ കൺവെക്ഷണൽ കറണ്ട് മൂവ് ചെയ്യുന്നു. കൺവെക്ഷണൽ കറണ്ട് മൂവ് ചെയ്യുമ്പോൾ ഈ മാന്റില് അല്ല മാഗ്മ പുറത്തു വരാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ക്രസ്റ്റിനുള്ളിൽ എവിടെയെങ്കിലും ഒരു വിടവുണ്ടെങ്കിൽ അതിലൂടെ ലാവ പുറത്തു വരുന്നു. ഇതിനെയാണ് നമ്മൾ കൺവെക്ഷണൽ കറണ്ട് എന്ന് പറയുക. അപ്പൊ ഈ 3 ആൾക്കാർ കൊണ്ടാണ് ഭൂമിയിൽ വോൾക്കാനിസം നടക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി മാഗ്മയും ലാവയും നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്ന 2 സാധനങ്ങളാണ്. മാഗ്മ, ലാവ. ഭൂമിക്കുള്ളിൽ ഇരിക്കുന്ന മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ, ഉരുകിയിരിക്കുന്ന റോക്ക് മെറ്റീരിയലിനെയാണ് മാഗ്മ എന്ന് വിളിക്കുക. മാഗ്മ എന്ന് പറഞ്ഞാൽ ഭൂമിക്കുള്ളിൽ ഇരിക്കുന്ന മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ആണ് മാഗ്മ. ഈ മാഗ്മ ഭൂമിയുടെ സർഫസിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ലാവയായി മാറും. ഓക്കെ, അപ്പോ ഭൂമിക്കുള്ളിൽ ഇരിക്കുന്ന മോൾട്ടൺ റോക്ക് മെറ്റീരിയലിനെയാണ് മാഗ്മ എന്ന് പറയുക. ഈ മാഗ്മ പുറത്തു വന്നു കഴിഞ്ഞാൽ ലാവയായി മാറും. ഇനി പുറത്തു വരുന്ന ലാവയെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. വോൾക്കാനിസത്തിൽ ഉണ്ടാവുന്ന ലാവേനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ലാവയുടെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്: അസിഡിക് ലാവ എന്നും അതുപോലെ തന്നെ ബേസിക് ലാവ എന്നും 2 ആയിട്ട് തിരിക്കാം. നമുക്ക് ലാവേനെ 2 ആയിട്ടാണ് തിരിക്കാൻ കഴിയുക: അസിഡിക് ലാവ ആൻഡ് ബേസിക് ലാവ. ഓക്കെ, അപ്പൊ അസിഡിക് ലാവയും ഉണ്ട്, ബേസിക് ലാവയും ഉണ്ട്. അപ്പൊ എന്താണ് അസിഡിക് ലാവയുടെ പ്രത്യേകതകൾ, എന്താണ് ബേസിക് ലാവയുടെ പ്രത്യേകതകൾ എന്ന് നോക്കാം. അപ്പൊ ലാവേനെ 2 ആയിട്ട് തിരിച്ചു, അസിഡിക് എന്നും ബേസിക് എന്നും. അപ്പോ നിങ്ങൾ ഒരു പണി ചെയ്താൽ മതി. അസിഡിക് ലാവ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ലാവ ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അസിഡിക് ലാവ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ബേസിക് ലാവയുടെ. അപ്പൊ ഞാൻ പറയാം, അസിഡിക് ലാവ മേജർലി ഫോം ചെയ്തേക്കുന്നത് എന്താ ആന്റിസൈറ്റ് എന്ന മെറ്റീരിയൽ കൊണ്ടാണ്. ഇത് ഫോം ചെയ്തേക്കുന്ന മെറ്റീരിയൽ ആണ് ആന്റിസൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ ലാവേനെ നമുക്ക് ആന്റിസിറ്റിക് ലാവ എന്ന് വിളിക്കാം. അസിഡിക് ലാവ മേജർലി ഫോം ചെയ്തേക്കുന്നത് ആന്റിസൈറ്റ് കൊണ്ടാണ്. അപ്പൊ നമുക്ക് അതിനെ ആന്റിസൈറ്റിക് ലാവ എന്ന് വിളിക്കാം. ഇനി ഈ അസിഡിക് ലാവ ഉണ്ടാക്കുന്ന വോൾക്കാനോസിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് വോൾക്കാനോ ഓർ സ്ട്രാറ്റോ വോൾക്കാനോ. ഓക്കെ, അപ്പൊ ഈ അസിഡിക് ലാവ ഉണ്ടാക്കുന്ന വോൾക്കാനോസിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റോ വോൾക്കാനോ അല്ലെങ്കിൽ കോമ്പോസിറ്റ് വോൾക്കാനോ. അപ്പൊ നമുക്ക് ഇവരെ കോമ്പോസിറ്റ് വോൾക്കാനിക് ലാവ എന്നോ അല്ലെങ്കിൽ സ്ട്രാറ്റോ വോൾക്കാനിക് ലാവ എന്നോ വിളിക്കാം. ഓക്കെ, അപ്പൊ ഇവരെ നമ്മൾ 2 ആയിട്ട് വിളിക്കുന്നുണ്ട്: കോമ്പോസിറ്റ് വോൾക്കാനിക് ലാവ അല്ലെങ്കിൽ സ്ട്രാറ്റോ വോൾക്കാനിക് ലാവ. അപ്പൊ 3 പേരുകൾ നമ്മളിപ്പോ പഠിച്ചു. ഏതൊക്കെയാണ്? അസിഡിക് ലാവ ഇസ് ഓൾസോ നോൺ ആസ് ആന്റിസിറ്റിക് ലാവ. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ആന്റിസിറ്റിക് എന്ന് വിളിച്ചത്? കാരണം ഇവരുണ്ടാക്കുന്ന മെറ്റീരിയൽ ആണ് ആന്റിസൈറ്റ്. ഇനി ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോമ്പോസൈറ്റ് ലാവ ഓർ സ്ട്രാറ്റോ വോൾക്കാനിക് ലാവ. കാരണം ഇവരുണ്ടാക്കുന്ന വോൾക്കാനോ എന്ന് വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് വോൾക്കാനോ അല്ലെങ്കിൽ സ്ട്രാറ്റോ വോൾക്കാനോ എന്ന് പറയുന്നത്. ഇനി അസിഡിക് ലാവയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് തേനാണ്. തേൻ ഉണ്ടല്ലോ, തേൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തേനിന്റെ പ്രത്യേകത എന്താ? ഒഴിച്ചു കഴിഞ്ഞാൽ സാവധാനത്തിലേ ഒഴുകത്തുള്ളൂ, അതിന് വിസ്കോസിറ്റി കൂടുതലാണ്. അസിഡിക് ലാവ എന്ന് പറയുമ്പോൾ നിങ്ങൾ തേൻ ഓർക്കുക. തേൻ പോലെയാണ്, വളരെ
വിസ്കസ് ആണ്. വിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേൻ ഒഴുകുന്നത് പോലെ വളരെ സ്ലോലി ഒഴുകും. നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം, കണ്ടോ? ഇതാണ് അസിഡിക് ലാവ. അപ്പൊ വിസ്കോസിറ്റി കൂടുതലാണ്. ഫസ്റ്റ് പോയിന്റ്. എന്തുകൊണ്ടാണ് അസിഡിക് ലാവയ്ക്ക് വിസ്കോസിറ്റി കൂടുതൽ? അതിന് കാരണം എന്ന് പറയുന്നത് അതിൽ സിലിക്ക കണ്ടന്റ് ഹൈ ആണ്. അപ്പൊ ആസിഡിക് ലാവ വിസ്കസ് ആണ്. എന്തുകൊണ്ട് വിസ്കസ് ആവുന്നു? സിലിക്ക കണ്ടന്റ് ഹൈ ആണ്. ഇനി സിലിക്ക കണ്ടന്റ് ഹൈ ആയതുകൊണ്ട് തന്നെ അതിൽ അയൺ കണ്ടന്റ് കുറവായിരിക്കും. അയൺ കണ്ടന്റ് കുറവാണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി കുറയും. അപ്പൊ 3 പോയിന്റ്സ് കണക്ട് ചെയ്ത് നോക്കുക. അസിഡിക് ലാവ ഹൈലി വിസ്കസ് ആണ്. വിസ്കസ് ആവാൻ കാരണം സിലിക്ക കണ്ടന്റ് കൂടുതലാണ്. സിലിക്ക കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അയൺ കണ്ടന്റ് കുറവാ. അയൺ കണ്ടന്റ് കുറവാണെങ്കിൽ ഡെൻസിറ്റി കുറവായിരിക്കണം. ഇനി ലൈറ്റ് കളേർഡ് ആണ്. ലൈറ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലാക്ക് കളർ അല്ല, ഒരു ഗ്രേഷ് ബ്ലാക്ക് കളറാണ്, ലൈറ്റ് കളറാണ്. പിന്നെ ഫ്ലോ സ്ലോലി എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെയാണ് ഒഴുകുക. നമ്മുടെ തേൻ ഒഴുകുന്നത് എങ്ങനെ? തേൻ വളരെ പതുക്കെയാണ് ഒഴുകുക. അതുപോലെ തന്നെയാണ് അസിഡിക് ലാവ ഒഴുകുന്നത്. അപ്പോൾ എർത്തിന്റെ സർഫസിൽ വരുന്ന അസിഡിക് ലാവ, ഇത് എർത്തിന്റെ സർഫസ് ആണെന്ന് വിചാരിക്കുക. എർത്തിന്റെ സർഫസിലോട്ട് ഒഴുകിയെത്തുന്ന അസിഡിക് ലാവ അധികം ദൂരം ഒഴുകൂല. കാരണം ഇതിന് വിസ്കോസിറ്റി കൂടുതലാണല്ലോ. അപ്പൊ അധികം ദൂരം ഇത് ഒഴുകൂല. ഇത് വളരെ കുറച്ച് ദൂരത്തേക്ക് മാത്രമേ ഒഴുകത്തുള്ളൂ. ലിമിറ്റഡ് സ്പേസിൽ മാത്രമേ ഇത് ഒഴുകത്തുള്ളൂ. ലിമിറ്റഡ് സ്പേസിലാണ് ഇത് ഒഴുകുന്നതെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന വോൾക്കാനോ എന്ന് പറയുന്നത് സ്റ്റീപ്പ് സൈഡഡ് വോൾക്കാനോസ് ആയിരിക്കും. ഇത് ഉണ്ടാക്കുന്ന വോൾക്കാനോ സ്റ്റീപ്പ് സൈഡ് വോൾക്കാനോസ് ആണ്. അപ്പോൾ ഇറ്റ് ഫ്ലോ സ്ലോലി ആണെങ്കിൽ അത് ഉണ്ടാക്കുന്ന വോൾക്കാനോ സ്റ്റീപ്പ് സൈഡ് വോൾക്കാനോ ആയിരിക്കും എന്ന് ഓർക്കുക. ഇനി ഈ ലാവ സ്ലോലി ആണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ലാവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് പെട്ടെന്ന് സോളിഡിഫൈ ചെയ്യും. റാപ്പിഡ്ലി സോളിഡിഫൈ ചെയ്യും. പെട്ടെന്ന് സോളിഡിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലാവ വരുന്ന വെന്റ്, ഈ വോൾക്കാനിക് ഇറപ്ഷൻസിൽ ലാവ വരുന്ന ആ പൈപ്പ് അത് പെട്ടെന്ന് അടഞ്ഞു പോകും, ക്ലോഗ് ചെയ്യപ്പെടും. കാരണം ഇത് എന്ത് ചെയ്യും? ഇത് റാപ്പിഡ്ലി സോളിഡിഫൈ ചെയ്യും. ഇത് റാപ്പിഡ്ലി സോളിഡിഫൈ ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ക്ലോഗ് ചെയ്യുമ്പോൾ അടുത്ത ടൈമിൽ ഇറോഷൻ നടക്കും. അടുത്ത സമയത്ത് ഇറപ്ഷൻ നടക്കും. ഇറോഷൻ അല്ല, ഇറപ്ഷൻ നടക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ വെന്റ് അടഞ്ഞുപോയി. അപ്പൊ അടുത്ത സമയം ലാവ വരുമ്പോൾ ലാവയ്ക്ക് നന്നായി പ്രഷർ കൊടുക്കേണ്ടി വരും. അങ്ങനെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് ലൗഡ് എക്സ്പ്ലോഷൻസിന് കാരണമാവും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അസിഡിക് ലാവയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഒന്ന് പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. അതായത് അസിഡിക് ലാവ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹൈലി വിസ്കസ് ആണ്, തേൻ പോലെയാണ്. വിസ്കോസിറ്റി കൂടാൻ കാരണം നമ്മൾ പറഞ്ഞു ഹൈ സിലിക്ക കണ്ടന്റ് ആണ്. ഹൈ സിലിക്ക കണ്ടന്റ് ആണെങ്കിൽ ലോ അയൺ ആൻഡ് മെഗ്നീഷ്യം കണ്ടന്റ് ആയിരിക്കും, ഡെൻസിറ്റി കുറവാണ്. ഡാർക്ക് ബ്ലാക്ക് കളർ അല്ല, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ലൈറ്റ് ഗ്രേ കളറാണ് ഇതിന്റെ കളർ എന്ന്, ഗ്രേയിഷ് ബ്ലാക്ക് കളറാണ് ഇതിന്റെ കളർ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അധികം ദൂരം ഒഴുകത്തില്ല. അധികം ദൂരം ഒഴുകിയില്ലെങ്കിൽ സ്റ്റീപ്പ് വോൾക്കാനോസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു ഇവർ പെട്ടെന്ന് സോളിഡിഫൈ ചെയ്താൽ അടുത്ത സമയം ലാവ വരുമ്പോൾ ലൗഡ് എക്സ്പ്ലോഷൻസിന് കാരണമാകും എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇത് ലൗഡ് എക്സ്പ്ലോഷൻസിന് കാരണമാവും എന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇത് പെട്ടെന്ന് സോളിഡിഫൈ ചെയ്യും. അപ്പൊ ആദ്യം ലാവ വരും, തണുത്തുറയും. രണ്ടാമത് ലാവ വരും, തണുത്തുറയും. പിന്നെ ലാവ വരും, തണുത്തുറയും. അപ്പൊ ഇത് ലെയർ ആയിട്ടാണ് ഈ വോൾക്കാനോ കാണുന്നത്. അതുകൊണ്ടാണ് ഇവരുണ്ടാക്കുന്ന വോൾക്കാനോനെ നമ്മൾ സ്ട്രാറ്റോ വോൾക്കാനിക് ലാവ എന്ന് വിളിക്കുക. ഇവരുണ്ടാക്കുന്ന വോൾക്കാനോനെ നമ്മൾ വിളിക്കുന്ന പേരാ സ്ട്രാറ്റോ വോൾക്കാനോ. എന്തുകൊണ്ടാ സ്ട്രാറ്റോ വോൾക്കാനോ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലായ? കാരണം ഇത് ലെയർ ആയിട്ടാണ് കാണുന്നത്. ഇനി ഇവര് നമ്മൾ പറഞ്ഞില്ലേ പെട്ടെന്ന് വെന്റ് പെട്ടെന്ന് അടഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ അടുത്ത സമയം ലാവ വരാനായിട്ട് ശ്രമിക്കുമ്പോൾ ലാവയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ലാവ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ പുതിയ വെന്റ് ക്രിയേറ്റ് ചെയ്യും. ലാവ പുതിയ വെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പുതിയ വെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ വോൾക്കാനോക്ക് ഒന്നിലധികം വെന്റ് ഉണ്ടാവും. ഈ വോൾക്കാനോന്റെ പ്രത്യേകത അതിന് ഒന്നിലധികം വെന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കോമ്പോസിറ്റ് വോൾക്കാനോ എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ ലാവ രണ്ട് തരം വോൾക്കാനോസ് ഉണ്ടാകും. സ്ട്രാറ്റോ വോൾക്കാനോ കാരണം ലെയർ ആയിട്ട് കാണുന്നു. ഇനി രണ്ടാമത്തെ കാര്യം കോമ്പോസിറ്റ് വോൾക്കാനോ, കാരണം ഇത് പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ വെന്റ് ക്ലോഗ് ചെയ്യും. അങ്ങനെ ക്ലോഗ് ചെയ്യുകയാണെങ്കിൽ ഒന്നിലധികം വെന്റ് ഉണ്ടാവാനുള്ള
ചാൻസ് ഉണ്ട്. ഇതാണ് നമുക്ക് അസിഡിക് ലാവയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഒരു കാര്യം ഓർക്കാം, ലോകത്തിലെ ഹയസ്റ്റ് വോൾക്കാനോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അസിഡിക് ലാവ കൊണ്ടാണ്. ലോകത്തിലെ ഹയസ്റ്റ് വോൾക്കാനോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അസിഡിക് ലാവ കൊണ്ടാണ്. അസിഡിക് ലാവ കൊണ്ടാണ് ലോകത്തിലെ ഹയസ്റ്റ് വോൾക്കാനോസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്താണ് ബേസിക് ലാവ ഓർ ബസാൾട്ടിക് ലാവ. ബേസിക് ലാവ ഓർ ബസാൾട്ടിക് ലാവ അല്ലെങ്കിൽ ഷീൽഡ് ലാവ എന്ന് വിളിക്കാം. അപ്പൊ ബേസിക് ലാവ ഉണ്ടായിരിക്കുന്ന മെറ്റീരിയൽ ആണ് ബസാൾട്ട്. അതുകൊണ്ടാണ് ഇതിന് ബസാൾട്ടിക് ലാവ എന്ന് പറയുന്നത്. ബേസിക് ലാവ ഉണ്ടായിരിക്കുന്ന മെറ്റീരിയൽ ബസാൾട്ട് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ബസാൾട്ടിക് ലാവ എന്ന് വിളിക്കുന്നു. ഇനി ഈ ഷീൽഡ് വോൾക്കാനോയാണ് അവരുണ്ടാക്കുക. അവരുണ്ടാക്കുന്ന വോൾക്കാനോയ്ക്ക് നമ്മുടെ പരിചയില്ലേ, പരിച, അതായത് കളരിപ്പയറ്റുള്ള പരിച കണ്ടിട്ടില്ലേ, ഇതുപോലെ ഇരിക്കും, ജെന്റിൽ സ്ലോപ്പ് ആയിരിക്കും ഇവരുണ്ടാക്കുന്ന വോൾക്കാനോ. അതുകൊണ്ട് അതിനെ നമ്മൾ ഷീൽഡ് വോൾക്കാനോ എന്ന് വിളിക്കും. ഓക്കെ, ഷീൽഡ് എന്ന് പറഞ്ഞാൽ കളരിപ്പയറ്റുള്ള പരിചയാണ്. അപ്പൊ ആ ഷേപ്പ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഷീൽഡ് വോൾക്കാനോ എന്നാണ് വിളിക്കുക. അപ്പൊ ബേസിക് ലാവ ഉണ്ടായിരിക്കുന്നത് ബസാൾട്ട് കൊണ്ടാണ്. ബേസിക് ലാവ നമ്മൾ പറഞ്ഞു എന്താണ് ഉണ്ടാക്കുന്ന വോൾക്കാനോ ഷീൽഡ് വോൾക്കാനോയാണ്. നമ്മുടെ കളരിപ്പയറ്റിൻ്റെത് പോലെയാണ് ഉള്ളത്. അതുകൊണ്ട് ഷീൽഡ് വോൾക്കാനോ എന്ന് നമ്മൾ വിളിക്കും. ഇനി ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് ലാവയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അസിഡിക് ലാവ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബേസിക് ലാവ എന്ന് പറയുന്നത്. അസിഡിക് ലാവ വിസ്കസ് ആണെങ്കിൽ ബേസിക് ലാവ ഫ്ലൂയിഡ്. അസിഡിക് ലാവ വിസ്കസ് ആണെങ്കിൽ ബേസിക് ലാവ ഫ്ലൂയിഡാ. പച്ച വെള്ളം ഒഴുകുന്നത് പോലെയാണ് അത് ഒഴുകുക. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കണ്ട ഈ പിക്ചർ കാണുന്നുണ്ടോ? അതായത് ഈ പിക്ചറിലെ പോലെ ഒരു പുഴ പോലെയാണ് ഇത് ഒഴുകുക. അപ്പൊ ഹൈലി ഫ്ലൂയിഡ് ആണ് എന്ന് പറയാം. ഹൈലി ഫ്ലൂയിഡ് ആവാൻ കാരണം ഇറ്റ് ഈസ് പുവർ ഇൻ സിലിക്ക. സിലിക്ക കണ്ടന്റ് കുറവാണ്, അതുകൊണ്ടാണ് ഇത് സുഖമായിട്ട് ഒഴുകുന്നത്. സിലിക്ക കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് റിച്ച് ഇൻ അയേൺ ആൻഡ് മെഗ്നീഷ്യം. അതിൽ അയേണും മെഗ്നീഷ്യവും കൂടുതലാണ്. സിലിക്ക കുറവാണ്, അയേണും മെഗ്നീഷ്യവും കൂടുതലാണ്. അയേണും മെഗ്നീഷ്യവും കൂടുന്നതുകൊണ്ട് തന്നെ ലോ അല്ല കേട്ടോ, ഹൈ ഡെൻസിറ്റി ആണ്. നിങ്ങൾ സ്ലൈഡ് കിട്ടുമ്പോൾ തിരുത്തിക്കോളണം. ഹൈ ഡെൻസിറ്റിയാണ്, ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഡാർക്ക് ഇൻ കളറാണ്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ്. ഇനി ഇവരുടെ പ്രത്യേകത, ഇത് ലാവ ഒഴുകുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇവർ ഒരുപാട് ദൂരം ഒഴുകുമെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഇതിന് വിസ്കോസിറ്റി ഇല്ല, ഹൈലി ഫ്ലൂയിഡ് ആണ്. ഇത് ഒരുപാട് ദൂരം ഒഴുകും. അങ്ങനെ ഒരുപാട് ദൂരം ഒഴുകുന്നതുകൊണ്ട് തന്നെ ഇവര് ഉണ്ടാക്കുന്ന വോൾക്കാനോസ് ജെന്റ്ലി സ്ലോപ്പിംഗ് ആയിരിക്കും. ഓർത്തിരിക്കുക, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവരുണ്ടാക്കുന്ന വോൾക്കാനോ ജെന്റ്ലി സ്ലോപ്പിംഗ് ആയിരിക്കും. അതിനൊരു ഷീൽഡിന്റെ ഷേപ്പ് ആയിരിക്കും, പരിചയുടെ ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ട് അതിനെ ഷീൽഡ് വോൾക്കാനോസ് എന്ന് വിളിക്കുന്നു. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇവർ പെട്ടെന്ന് സോളിഡിഫൈ ചെയ്യത്തില്ല. ഇവർ പെട്ടെന്ന് സോളിഡിഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവർ സുഖമായിട്ട് ഒഴുകും. അത്ര എക്സ്പ്ലോസീവ് അല്ല. ഇറ്റ് ഈസ് നോട്ട് വെരി എക്സ്പ്ലോസീവ്. പക്ഷെ ചില സമയങ്ങളിൽ എക്സ്പ്ലോസീവ് ആവും. എപ്പോഴാണ് എക്സ്പ്ലോസീവ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ വെന്റില് വെള്ളവും കെട്ടിക്കിടക്കുകയാണെങ്കിൽ, ഇത് നമ്മുടെ എന്താ വോൾക്കാനിക് മൗണ്ടൻ ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വെള്ളം എന്തെങ്കിലും കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഇത് കുറെ നാൾ കഴിയുമ്പോൾ സോളിഡിഫൈ ചെയ്യും. ആ സാഹചര്യത്തിൽ എക്സ്പ്ലോസീവ് ആവും. ജനറലി എക്സ്പ്ലോസീവ് അല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ ബേസിക് ലാവ ഓൾസോ നോൺ ആസ് ബസാൾട്ടിക് ലാവ. കാരണം അത് ഉണ്ടായിരിക്കുന്ന മെറ്റീരിയൽ ആണ് ബസാൾട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അവരുണ്ടാക്കുന്ന വോൾക്കാനോയാണ് ഷീൽഡ് വോൾക്കാനോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഷീൽഡ് ലാവ എന്ന് വിളിക്കാം. നമ്മൾ പറഞ്ഞു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹൈലി ഫ്ലൂയിഡ് ആണ്. ഹൈലി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകുന്നു. എന്തുകൊണ്ടാണ് വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകുന്നത്? കാരണം സിലിക്ക കണ്ടന്റ് കുറവാണ്. സിലിക്ക കുറവാണെങ്കിൽ ഇതിൽ അയേണും മെഗ്നീഷ്യവും കൂടുതലാണ്. അയേണും മെഗ്നീഷ്യവും കൂടുതലാണെങ്കിൽ ഡെൻസിറ്റി ഹൈ ആയിരിക്കും. ഹൈ ഡെൻസിറ്റി ആണ്, ഡാർക്ക് ഇൻ കളർ ആണ്. പിന്നെ ഫ്ലൂയിഡിറ്റി കൂടിയോണ്ട് തന്നെ കുറെ ദൂരത്തോട്ട് ഒഴുകും. ജെന്റലി സ്ലോപ്പിംഗ് വോൾക്കാനോസ് ആണ് ഉണ്ടാക്കുക, ഷീൽഡ് വോൾക്കാനോസ് ആണ് ഉണ്ടാക്കുക. സാധാരണ പെട്ടെന്ന് സോളിഡിഫൈ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ലൗഡ് എക്സ്പ്ലോഷൻസ് ക്രിയേറ്റ് ചെയ്യാറില്ല. പക്ഷെ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ലൗഡ് എക്സ്പ്ലോഷൻസിന് കാരണം. ഇനി ഒരു കാര്യം മനസ്സിലാക്കാം, ലോകത്തിലെ ഏറ്റവും വലിയ വോൾക്കാനോസ് ഉണ്ടാക്കുന്നത് ഇവരാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വോൾക്കാനോസ് ഉണ്ടാക്കുന്ന അസിഡിക് ലാവയാണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ വോൾക്കാനോസ് ഉണ്ടാക്കുന്നത്, സൈസ് കൂടിയ വോൾക്കാനോസ്, അത് ബേസിക് ലാവ ആണ്.
ഇനി നമ്മൾ വോൾക്കാനിസത്തിനെ ടൈം ഓഫ് ഇറപ്ഷന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാണ്. ബേസ്ഡ് ഓൺ ടൈം ഓഫ് ഇറപ്ഷൻ. ഒരു വോൾക്കാനോ എപ്പോ പൊട്ടിത്തെറിക്കുന്നു എന്നതിന്റെ ബേസിസിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ബേസ്ഡ് ഓൺ ടൈം ഓഫ് ഇറപ്ഷൻ, ബേസ്ഡ് ഓൺ ടൈം ഓഫ് ഇറപ്ഷൻ we can classify volcanoes into three. Okay, time of eruption. Based on time of eruption, volcanoes can be divided into three: active volcano, dormant volcano, and extinct volcano. അപ്പൊ എന്താ ആക്റ്റീവ് എന്ന് പറയുന്നത്? നമ്മള് പല സ്ഥലത്തും പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ചിലരെ ആക്റ്റീവ് ആണ് എന്ന് പറയും. എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഒരാളെ കയറി ഇവൻ ആക്റ്റീവ് ആണ് ട്ടാ എന്ന് പറയുന്നത്? എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ആക്റ്റീവ് ആണ് എന്ന് പറയുക? കാരണം എന്താ ഫുൾ ടൈം സ്പ്രിങ് പോലെ ആയിരിക്കും ഇരിക്കുക. അപ്പൊ അതുപോലെ തന്നെയാണ് ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിടയ്ക്ക് എപ്പോഴോ പൊട്ടിത്തെറിച്ചു, ഭാവിയിൽ പൊട്ടിത്തെറിച്ചു. അതായത് തൊട്ടടുത്ത് എപ്പോഴോ ഇത് ഇറപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഭാവിയിലും പൊട്ടിത്തെറിക്കാം. ഇത്തരം വോൾക്കാനോസിനെയാണ് ആക്റ്റീവ് വോൾക്കാനോസ് എന്ന് പറയുക. ഹാവ് എ റീസെന്റ് ഹിസ്റ്ററി ഓഫ് ഇറപ്ഷൻ ആൻഡ് ദേ ആർ ലൈക്ലി ടു ഇറപ്റ്റ് അഗെയിൻ. ഓക്കെ, ആക്റ്റീവ് വോൾക്കാനോ മീൻസ് ഇറ്റ് ഹാസ് എ റീസെന്റ് ഹിസ്റ്ററി ഓഫ് ഇറപ്ഷൻ. അടുത്ത് എപ്പോഴും പൊട്ടിത്തെറിച്ചു, ഭാവിയിൽ പൊട്ടിത്തെറിക്കാം. ദേ ആർ ലൈക്ലി ടു ഇറപ്റ്റ് ഇൻ ദി ഫ്യൂച്ചർ. അതാണ് ആക്റ്റീവ് വോൾക്കാനോ. ഡോർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാവ് നോട്ട് ഇറപ്റ്റഡ് ഫോർ വെരി ലോങ് ടൈം. കുറെ നാളുകളായിട്ട് ഇറപ്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് മേ ഇറപ്റ്റ് ഇൻ ദി ഫ്യൂച്ചർ. പക്ഷെ ഫ്യൂച്ചറിൽ ഇറപ്റ്റ് ചെയ്യാം. ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഇറപ്റ്റഡ് ഫോർ വെരി ലോങ് ടൈം ബട്ട് ഇറ്റ് മേ ഇറപ്റ്റ് ഇൻ ദി ഫ്യൂച്ചർ. അതാണ് ഡോർമെന്റ് എന്ന് പറയുന്നത്. എക്സ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എക്സ്പെക്ടഡ് ടു ഇറപ്റ്റ് ഇൻ ദി ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഇറപ്റ്റ് ചെയ്യില്ല, ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. അതിനെയാണ് എക്സ്റ്റിങ്ക്ട് എന്ന് വിളിക്കുക. അപ്പോ നമ്മൾ പറഞ്ഞു 3 തരത്തിലാണ് വോൾക്കാനോസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ടൈം ഓഫ് ഇറപ്ഷൻ. ടൈം ഓഫ് ഇറപ്ഷൻ അനുസരിച്ച് 3ആയി തിരിക്കുന്നു: ആക്റ്റീവ് വോൾക്കാനോ, ഡോർമെന്റ് വോൾക്കാനോ, എക്സ്റ്റിങ്ക്ട് വോൾക്കാനോ. ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറഞ്ഞാൽ എന്താ? ആസ് എ റീസെന്റ് ഹിസ്റ്ററി ഓഫ് ഇറപ്ഷൻ. അടുത്തിടയ്ക്ക് എപ്പോഴോ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, അതിനെയാണ് ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുന്നത്. ഡോർമെന്റ് വോൾക്കാനോ. ഡോർമെന്റ് വോൾക്കാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളായിട്ട് പൊട്ടിത്തെറിച്ചിട്ടില്ല, ആള് കുറെ വർഷങ്ങളായിട്ട് പൊട്ടിത്തെറിച്ചിട്ടില്ല. അതിനർത്ഥം പൊട്ടിത്തെറിക്കില്ല എന്നല്ല, ഭാവിയിൽ പൊട്ടിത്തെറിക്കാം. അത്തരം ആൾക്കാരാണ് ഡോർമെന്റ്, സംശയത്തിന്റെ നിഴലിൽ നടത്തുന്ന ആൾക്കാർ. എക്സ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ട് പൊട്ടിത്തെറിച്ചിട്ടില്ല, ഭാവിയിൽ പൊട്ടിത്തെറിക്കത്തുമില്ല. അത്തരം ആൾക്കാരാണ് എക്സ്റ്റിങ്ക്ട് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്ത്യയിൽ വോൾക്കാനോസ് ഉണ്ടോ? ഇന്ത്യയിൽ വോൾക്കാനോസ് ഉണ്ടോ? എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയിൽ വോൾക്കാനോ ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യയിൽ വോൾക്കാനോസ് ഉണ്ടോ? വെരി ഗുഡ് ശില്പ. ബാരൻ ഐലൻഡ്സ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യക്ക് വോൾക്കാനോ ഉണ്ട്, പക്ഷെ ഇന്ത്യൻ മെയിൻലാൻഡിലല്ല, ഇന്ത്യയുടെ ഐലൻഡിലാണ്. നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യൻ മെയിൻലാൻഡിൽ വോൾക്കാനോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്ത്യയിലുണ്ടോ? ഉണ്ട്. ശില്പ പറഞ്ഞ കറക്റ്റാ. ഞാൻ നിങ്ങളോട് ചോദിച്ചു ഇന്ത്യയിൽ വോൾക്കാനോ ഉണ്ടോ എന്ന്. ഇന്ത്യയിൽ വോൾക്കാനോ ഉണ്ട്, പക്ഷെ ഇന്ത്യൻ മെയിൻലാൻഡിൽ വോൾക്കാനോസ് ഇല്ല. ഇന്ത്യയിൽ വോൾക്കാനോ വരുന്നത് ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിലാണ്. ഇന്ത്യയിൽ 2 വോൾക്കാനിക് ഐലൻഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ 2 വോൾക്കാനോസ് ഉണ്ട് എന്ന് പറയാം. ബാരൻ വോൾക്കാനോ ആൻഡ് നാർക്കണ്ടം വോൾക്കാനോ. ഇന്ത്യയിൽ 2 വോൾക്കാനോസ് ഉണ്ട്. ഓക്കെ, ബാരൻ വോൾക്കാനോ ആൻഡ് നാർക്കൊണ്ടം വോൾക്കാനോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞോ, നമ്മളിപ്പോ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ടൈം ഓഫ് ഇറപ്ഷൻ അനുസരിച്ച് 3ആയിട്ട് നമ്മൾ വോൾക്കാനോസിനെ തിരിച്ചു: ആക്റ്റീവ്, ഡോർമെന്റ്, എക്സ്റ്റിങ്ക്ട്. ഇതിൽ ഏതിലാണ് ബാരൻ വരിക? ബാരൻ വോൾക്കാനോ ഏത് കാറ്റഗറിയിലാണ് വരിക? ആക്റ്റീവ് ആണോ, ഡോർമെന്റ് ആണോ, അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്ട് ആണോ? ഏതിലാ വരിക? ബാരൻ വോൾക്കാനോ എന്ന് പറയുന്നത്, വെരി ഗുഡ് ശ്രുതി, ആക്റ്റീവ് ആണ്. ബാരൻ വോൾക്കാൻ 2018 പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ആൻ ആക്റ്റീവ് വോൾക്കാനോ. ആക്റ്റീവ് വോൾക്കാനോയാണ് ബാരൻ. അപ്പൊ അത് ഓർത്തിരിക്കും. ബാരൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. UPSC PSC പരീക്ഷകളിലെ സ്ഥിരം ക്വസ്റ്റ്യൻ. ആക്റ്റീവ് വോൾക്കാനോയാണ് ബാരൻ. നാർക്കൊണ്ടം വോൾക്കാനോയോ? നാർക്കൊണ്ടം എന്ത് ടൈപ്പ് ആയിരിക്കും നാർക്കൊണ്ടം?
എക്സ്റ്റിങ്ക്റ്റ് ആണോ, ഡോർമെന്റ് ആണോ, ആക്റ്റീവ് ആണോ? കമന്റ് ചെയ്തു നോക്ക്. നിങ്ങൾക്ക് ഇപ്പൊ ഈ സാധനം എന്താണെന്ന് അറിയാലോ, ഡോർമെന്റ്. വെരി ഗുഡ്. നാർക്കൊണ്ടം എന്ന് പറയുന്നത് ഡോർമെന്റ് വോൾക്കാനോയാണ്. അപ്പോ ഇത് മറക്കരുത്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ബാരൻ എന്ന് പറയുന്നത് ആക്റ്റീവ് വോൾക്കാനോയാണ്. നാർക്കൊണ്ടം എന്ന് പറയുന്നത് ഡോർമെന്റ് വോൾക്കാനോയാണ്. ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവർ ഏത് ഐലൻഡിലാണ്? ആൻഡമാനിലാണോ, നിക്കോബറിലാണോ? നിങ്ങൾക്കറിയാം ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് എന്നത് ഒറ്റ കാറ്റഗറിയാണ്. അതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് എന്നും നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് എന്നും. ഇതിൽ എവിടെയാണ് ബാരൻ നാർക്കൊണ്ടം വരിക? ആൻഡമാനിലാണോ, നിക്കോബറിലാണോ വരിക? ഏതിലാ വരിക? ഒന്ന് ഗസ് എങ്കിലും പറഞ്ഞു നോക്കൂ കുട്ടികളെ. ആൻഡമാനിലാണോ അല്ലെങ്കിൽ നിക്കോബറിലാണോ വരിക? ഒരു ഗസ് എങ്കിലും ചെയ്തു നോക്കിയേ. ആൻഡമാൻ ഐലൻഡ്സിലാണോ, നിക്കോബർ ഐലൻഡ്സിലാണോ ഈ ഒരു സാധനം വരിക? പാവ ശ്രുതി മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളൂ. നിക്കോബാർ ഐലൻഡ്സിലാണ്. സോറി, ആൻഡമാൻ ഐലൻഡ്സിലാണ്. പറഞ്ഞ മാറിപ്പോയി. ആൻഡമാൻ ഐലൻഡ്സിലാണ് ഇവർ വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം നാർക്കൊണ്ട ഐലൻഡ് കണ്ടോ? ഇവിടെയാണ് നാർക്കൊണ്ടം വരിക. അതിന്റെ തൊട്ട് താഴെയാണ് ബാരൻ വരിക. ഇവിടെയാണ് ബാരൻ വരിക. അപ്പൊ ബാരനും നാർക്കൊണ്ടവും ആൻഡമാൻ ഐലൻഡ്സിൽ വരുന്നതാണ്. ആൻഡമാൻ ഐലൻഡ്സിലാണ് ബാരൻ ആൻഡ് നാർക്കൊണ്ടം ഐലൻഡ്സ് വരിക. ഇനി എന്താ നമ്മൾ പറഞ്ഞു, ഇത് രണ്ടും വോൾക്കാനിക് ഐലൻഡ്സ് ആണ്. ബാരൻ ഐലൻഡ് ആക്റ്റീവ് ആണ്, നാർക്കൊണ്ടം ഐലൻഡ് ഡോർമെന്റ് ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം, അത് ട്രൂ ഓ ഫോൾസ് ആണോ എന്ന് പറയണം. അതായത് ബാരൻ ഐലൻഡ് ഈസ് ദി ഒൺലി ആക്റ്റീവ് വോൾക്കാനോ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. അതായത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, സോറി പാകിസ്ഥാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ അല്ല, പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ ഒക്കെ വരുന്ന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമറും ഇല്ല. ഓക്കെ, പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, ഇത്രയും വരുന്ന ലാൻഡ് മാസിനെയാണ് നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് വിളിക്കുക. ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉള്ള ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോയാണ് ബാരൻ എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാണ്. ഈ മൊത്തം സ്ഥലങ്ങളില് ശ്രീറാം, ഓക്കെ ഗുഡ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോയേ ഉള്ളൂ, അത് ബാരൻ വോൾക്കാനോയാണ്. സ്റ്റേറ്റ്മെന്റ് രൂപേണ നമ്മളോട് ചോദിക്കാം. ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ആൻഡമാൻ നിക്കോബറിലെ രണ്ട് ഐലൻഡുകളാണ് വോൾക്കാനോസ് എന്ന് പറയുന്നത്. ഒന്ന് ബാരൻ വോൾക്കാനോ, അത് ആക്റ്റീവ് ആണ്. രണ്ട് നാർക്കൊണ്ടം വോൾക്കാനോ, അത് ഡോർമെന്റ് ആണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഈ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് കംപ്ലീറ്റ്ലി വോൾക്കാനിക് ഒറിജിൻ ആണോ? എങ്ങനെയാണ് ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് ഉണ്ടായിരിക്കുന്നത്? വോൾക്കാനിസം വഴിയാണ്. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തരെയാണ്, ആൻഡമാൻ നിക്കോബർ ഐലൻഡ് ഈസ് കംപ്ലീറ്റ്ലി വോൾക്കാനിക് ഇൻ ഒറിജിൻ. ശരിയായിരിക്കും ആ സ്റ്റേറ്റ്മെന്റ്? ആൻഡമാൻ നിക്കോബർ ഐലൻഡ് ഈസ് കംപ്ലീറ്റ്ലി വോൾക്കാനിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവുമോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി വോൾക്കാനിക് ഇൻ ഒറിജിൻ, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ തെറ്റാ. കാരണം എന്താണെന്ന് വെച്ചാൽ ആൻഡമാൻ നിക്കോബർ ഐലൻഡ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഹിമാലയൻ റേഞ്ചസ് ഇല്ലേ, അത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. ഇതിന്റെ മ്യാൻമറിലോട്ടുള്ള എക്സ്റ്റൻഷനെയാണ് അരക്കൻ യോമ എന്ന് വിളിക്കും. ഓക്കെ, ഹിമാലയം നമ്മുടെ ലഡാക്കിന്റെ അവിടെ നിന്ന് തുടങ്ങി മ്യാൻമർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് വെള്ളത്തിനടിയിൽ കൂടെ പോകുന്നുണ്ട്. അതിന്റെ പൊങ്ങിയിരിക്കുന്ന ഭാഗങ്ങൾ, വെള്ളത്തിന് മുകളിൽ പൊങ്ങിയിരിക്കുന്ന ഭാഗങ്ങളാണ് ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് ആയിട്ട് മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് ഫോം ചെയ്തേക്കുന്നത് സബ്മറൈൻ മൗണ്ടൻസിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് സബ്മറൈൻ മൗണ്ടൻസിൽ നിന്നാണ് ഫോം ചെയ്തേക്കുന്നത്. എന്നാൽ കംപ്ലീറ്റ്ലി സബ്മറൈൻ മൗണ്ടൻസിൽ നിന്നല്ല ഫോം ചെയ്തേക്കുന്നത്. അതിൽ രണ്ട് ഐലൻഡുകൾ ഫോം ചെയ്തേക്കുന്നത് വോൾക്കാനിക് ഒറിജിൻ ആണ്. അതിൽ രണ്ട് ഐലൻഡുകൾ ഫോം ചെയ്തേക്കുന്നത് വോൾക്കാനിക് ഒറിജിൻ ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വെച്ചോളുക. ഇതിൽ എങ്ങനെ വേണമെങ്കിലും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യൻ മെയിൻലാൻഡിൽ വോൾക്കാനോസ് ഉണ്ടോ? ഇന്ത്യൻ മെയിൻലാൻഡിൽ ഇല്ല, പക്ഷെ ഇന്ത്യയുടെ ഐലൻഡിലുണ്ട്. ഏത് ഐലൻഡിലാണ്? ആൻഡമാൻ ഐലൻഡിലാണ്. നിക്കോബറിലല്ല, ആൻഡമാൻ ഐലൻഡിൽ. ഒരു ആക്റ്റീവ് വോൾക്കാനോ, അതിന്റെ പേരാണ് ബാരൻ. ഒരു ഡോർമെന്റ് വോൾക്കാനോ, അതിന്റെ പേരാണ് നാർക്കൊണ്ടം. ഇവര് രണ്ടുപേരും വോൾക്കാനിക് ഒറിജിൻ ആണ്. എന്നോർത്ത് ആൻഡമാൻ നിക്കോബർ ഐലൻഡ് മൊത്തം വോൾക്കാനിക് ഒറിജിൻ അല്ല, അത് സബ്മറൈൻ മൗണ്ടൻസിൽ നിന്നാണ് ഫോം ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ തന്നെ ഉള്ള ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോയാണ് ആര്? നമ്മുടെ ഈ ഒരു
എന്താ ബാരൻ വോൾക്കാനോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വോൾക്കാനിക് ലാൻഡ് ഫോംസിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. വോൾക്കാനിക് ലാൻഡ് ഫോംസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. വോൾക്കാനിക് ലാൻഡ് ഫോംസ് ഇതിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് നമ്മൾ പറയുന്നത് ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോം. ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്കുള്ളിൽ തന്നെ ഫോം ചെയ്യുന്ന ലാൻഡ് ഫോം ആണ് ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് എക്സ്ട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോം. എക്സ്ട്രൂസീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എക്സ്ട്രൂസീവ്, എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്ത്. അപ്പോ രണ്ടു തരം ലാൻഡ് ഫോംസ് ആണ് വോൾക്കാനിസം വഴി ഉണ്ടാവുക. ഒന്ന് ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോം, ഭൂമിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന വോൾക്കാനിക് ലാൻഡ് ഫോംസ്. രണ്ട് എക്സ്ട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ്. എക്സ്ട്രൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയുടെ സർഫസിൽ ഉണ്ടാവുന്ന ലാൻഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോ ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് എവിടെയാണ് ഉണ്ടാവുന്നത്? ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രൂസീവ് ഞാൻ പഠിപ്പിക്കാം, തീരില്ല, അതുകൊണ്ടാണ് ഇൻട്രൂസീവ് പഠിപ്പിക്കാം. ഇൻട്രൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിക്ചർ കാണുന്നുണ്ടല്ലേ, അതായത് നമ്മൾ പഠിച്ചു, നമ്മൾ ക്രസ്റ്റിനെ കുറിച്ച് പഠിച്ചു. ക്രസ്റ്റിന് ഏകദേശം 50 തുടങ്ങി 70 കിലോമീറ്റർ ഒക്കെ വരെ വിഡ്ത് ഉണ്ട് അല്ലെ. ക്രസ്റ്റിന്റെ ആഴം എന്ന് പറയുന്നത് 50 to 70 കിലോമീറ്റേഴ്സ് ഒക്കെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേ, മാൻഡിലിൽ നിന്ന് മാഗ്മ വരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ക്രസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഒരുപാട് എന്തുകൊണ്ടാ? കല്ലുകളൊക്കെ കൊണ്ടാ. ഒരുപാട് കല്ലുകളൊക്കെ ഇതിന്റെ ഇടയിലുണ്ട്. അപ്പൊ താഴേന്ന് മാഗ്മ വരാനായി ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാഗ്മ റോക്സിനിടയിലെ സ്പേസസിനുള്ളിലോട്ട് കയറും. ഈ മാഗ്മ എന്ന് പറയുന്ന സംഭവം റോക്സിനുള്ളിലെ സ്പേസസിനുള്ളിലോട്ട് കയറും. ഇങ്ങനെ അവിടെ കിടന്ന് തണുത്തുറഞ്ഞുണ്ടാവുന്ന ലാൻഡ് ഫോംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോം എന്ന് വിളിക്കുക. അപ്പൊ ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോം ഉണ്ടാവുന്നത് ക്രസ്റ്റിനുള്ളിലാണ്, അറിഞ്ഞിരിക്കുക. ഭൂമിക്കുള്ളിലാണ്, ഭൂമിയുടെ പുറത്തല്ല അത് ഉണ്ടാവുന്നത്. ക്രസ്റ്റിനുള്ളിലാണ് അത് ഫോം ചെയ്യുന്നത്. ഭൂമിയുടെ ക്രസ്റ്റിനുള്ളിലാണ് ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് നമുക്ക് ഇവരെ കാണാൻ പറ്റുക? അതായത് കുറെ നാൾ കഴിഞ്ഞ് വെതറിംഗ് ഒക്കെ നടന്ന് അവിടുത്തെ സോയിലൊക്കെ മാറ്റപ്പെടുമ്പോഴാണ് നമുക്ക് ഈ ഉള്ളിലത്തെ സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കുക. അതായത് അവിടുത്തെ സോയിലൊക്കെ പോയി കഴിയുമ്പോൾ ഉള്ളിലുള്ള ഈ സ്ട്രക്ചർ നമുക്ക് വിസിബിൾ ആവും. ഓക്കെ, അപ്പോ ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഇവരെ പലതായിട്ട് തിരിക്കാം. ഇപ്പൊ ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസിന്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ഇതിനെ പലതായിട്ട് തിരിക്കുന്നുണ്ട്. ആ തിരിക്കുന്നതാണ് സില്ല്, ഡൈക്ക്, ലാക്കോലിത്ത്, ലോപ്പോലിത്ത്, ഫാക്കോലിത്ത്, ബാത്തോലിത്ത് എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് ക്രസ്റ്റിനുള്ള ഫോം ചെയ്യുന്നത്. അതിന്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ പലതായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ ഹൊറിസോണ്ടലി ലാവ സോളിഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്ന സ്ട്രക്ചർ ആണ് സില്ല് എന്ന് പറയുന്നത്. ലാവ ഹൊറിസോണ്ടലി സോളിഡിഫൈ ചെയ്തുണ്ടാവുന്ന സ്ട്രക്ചർ ആണ് സില്ല്. ഇനി ലാവ വെർട്ടിക്കലി സോളിഡിഫൈ ചെയ്ത് ഉണ്ടാവുന്ന സ്ട്രക്ചർ ആണ് ഡൈക്ക്. വെർട്ടിക്കലി സോളിഡിഫൈ ചെയ്യുന്നതാണ് ഡൈക്ക്. ഇനി ലാക്കോലിത്ത്, ലാവ ഇങ്ങനെ ഡോം ഷേപ്പില് ലാവ തണുത്തുറഞ്ഞുണ്ടാവുന്ന, ട്രയാങ്കിൾ ഷേപ്പ് അല്ല കേട്ടോ, ഡോം ഷേപ്പില് ലാവ തണുത്തുറഞ്ഞുണ്ടാവുന്ന ലാൻഡ് ഫോംസ് ആണ് ലാക്കോലിത്ത്. ലോപ്പോലിത്ത് എന്ന് പറഞ്ഞാൽ സോസർ ഷേപ്പില്, കുഴിയോടുകൂടി സോസർ ഷേപ്പില് ലാവ തണുത്തുറഞ്ഞുണ്ടാവുന്നതാണ് ലോപ്പോലിത്ത്. ഫാക്കോലിത്ത് എന്ന് പറഞ്ഞാൽ ലെൻസ് ഷേപ്പ്, അതായത് കോൺവെക്സും വരുന്നുണ്ട്, അവിടെ കോൺകേവ് ഷേപ്പും വരുന്നുണ്ട്. അപ്പൊ ലെൻസ് ഷേപ്പ് അല്ലെങ്കിൽ വേവ് ഷേപ്പിൽ ഫോം ചെയ്യുന്നതാണ് ഫാക്കോലിത്ത്. ബാത്തോലിത്ത് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് മാസ് ഓഫ് ഇഗ്നിയസ് റോക്ക്, ഒരു വലിയ ഇഗ്നിയസ് റോക്സിന്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാത്തോലിത്ത് എന്ന് വിളിക്കുക. അപ്പൊ അറിഞ്ഞിരിക്കുക അതായത് ഈ ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് ആണിത്. ഇത് എർത്തിന്റെ ക്രസ്റ്റിനുള്ളിൽ തന്നെ ഫോം ചെയ്യുന്ന ലാൻഡ് ഫോംസ് ആണ്. ഇവരെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഇവരുടെ സൈസ് അനുസരിച്ചിട്ട്, അല്ല ഷേപ്പ് അനുസരിച്ചിട്ടാ. ഷേപ്പ് അനുസരിച്ചിട്ട് സില്ല് എന്ന് വിളിക്കും. സില്ല് എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടലി സോളിഡിഫൈ ചെയ്യുന്നതാണ് സില്ല്, വെർട്ടിക്കലി സോളിഡിഫൈ ചെയ്യുന്നതാണ് ഡൈക്ക്. ഇനി ഡോം ഷേപ്പില് ഫോം ചെയ്യുന്നതാണ് ലാക്കോലിത്ത്. സോസർ ഷേപ്പിൽ ഫോം ചെയ്യുന്നതാണ് ലോപ്പോലിത്ത്. ഫാക്കോലിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസ് ഷേപ്പ്. ബാത്തോലിത്ത് എന്ന് പറഞ്ഞാൽ ലാർജ് മാഗ്മ ചേമ്പർ. എങ്ങനെ ഓർത്തിരിക്കും? നിങ്ങൾക്ക് ഇപ്പൊ ടോട്ടലി നിങ്ങൾക്ക് ഇത് ഭയങ്കര പാടായിട്ട് തോന്നുന്നുണ്ടാവും. എങ്ങനെ ഓർത്തിരിക്കും? പറഞ്ഞുതരാം. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. അതായത് നമ്മൾ പറയും
സിംപിളി ഒരു വര വരയ്ക്കുക. സിംപിളി ഒരു വര വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കുക? ഇങ്ങനെ നേരെ വരയ്ക്കും. അപ്പൊ നേരെ വരുന്നത് അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ഫോം ചെയ്യുന്നതാണ് സില്ല്. സിംപിളി വര വരയ്ക്കുക. അപ്പൊ ഹൊറിസോണ്ടലി ഫോം ചെയ്യുന്നതാണ് സില്ല്. ഇനി നമ്മൾ ഫ്രീക്കന്മാര് ചേട്ടന്മാരില്ലേ, ഫ്രീക്കന്മാരായിട്ടുള്ള ആൾക്കാര് മുടി സ്പൈക്ക് അടിക്കും. സ്പൈക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നേരെ കൊമ്പ് പോലെ വെക്കുക. അപ്പൊ വെർട്ടിക്കലി സ്പൈക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആൺപിള്ളേർ ഇങ്ങനെ മുടി ഇങ്ങനെ മുകളിലോട്ട് വയ്ക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? സ്പൈക്ക് അടിക്കുക എന്ന് പറയാ. അപ്പൊ സ്പൈക്ക് അടിക്കുക, അപ്പൊ ഡൈക്ക് വെർട്ടിക്കലി ഫോം ചെയ്യുന്നതാണ് ഡൈക്ക് എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഡൈക്ക്. ഇനി അടുത്തതാണ് എന്താ? ലോപ്പോലിത്തോക്ക. ലോ എന്ന് പറഞ്ഞാൽ എന്താ? കുഴി. കുഴി കണ്ട, ഒരു കുഴി പോലെ ഫോം ചെയ്യുന്നു. ലോ ലോ എന്ന് പറഞ്ഞാൽ താഴെ എന്നല്ലേ അർത്ഥം? അപ്പൊ താന്നിരിക്കുന്നത്, അതാണ് സോസർ ഷേപ്പിലുള്ളത്, അതാണ് ലോപ്പോലിത്ത്. ഫാക്കോലിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസ് ഷേപ്പ് ആണ്. ഫാക്കോലൈത്ത് ലിത്ത് എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് ഓർത്താൽ മതി. നമ്മൾ പറയുന്ന ഒരു സാധനം ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ലെൻസിലാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്യുക. കോൺവെക്സും കോൺകേവും. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെൻസിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ കോൺവെക്സും കോൺകേവും, അതാണ് ഫാക്കോലിത്ത്. ബാത്തോലിത്ത് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ചേംബർ ഓഫ് മാഗ്മ ആണ് ബാത്തോലിത്ത് എന്ന് പറയുന്നത്. അപ്പൊ സില്ല് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി ഫോം ചെയ്യുന്നതാണ്. ഓക്കെ, ഡൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലി ഫോം ചെയ്യുന്നതാണ്. ലാക്കോലിത്ത് അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൂണുകൾ കണ്ടിട്ടുണ്ടാ? വീട്ടിൽ വളരുന്ന കൂണുകള് വെള്ള കളറാണ് വീട്ടിൽ വരുന്ന കൂണുകൾക്ക്. അപ്പൊ ഈ വെള്ള കളർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കളർ ഇല്ലാത്ത അവസ്ഥ. ഇറ്റ് ലാക്സ് ദി കളർ എന്നോർത്താൽ മതി. ഇറ്റ് ലാക്സ് ദി കളർ. ലാക്കോലിത്ത് മഷ്റൂം ഷേപ്പിൽ ഫോം ചെയ്യാം. മഷ്റൂം ലാക്സ് ദി കളർ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന കൂൺ വെള്ള കളറാണ്. ഇറ്റ് ലാക്സ് ദി കളർ എന്ന് പറയാം. ഇറ്റ് ലാക്സ് ദി കളർ എന്ന് ഓർത്താൽ മതി. അപ്പൊ ലാക്കോലിത്ത് എങ്ങനെയാണ്? ഡോം ഷേപ്പിലാണ്. ലോപ്പോലിത്ത് സോസർ ഷേപ്പിലാണ്. ലോ ലോ എന്ന് പറഞ്ഞാൽ താന്നിരിക്കുക, താന്നിരിക്കുന്നത് സോസർ ഷേപ്പ്. ഫാക്കോലിത്ത് ഫോക്കൽ ലെങ്ത്, അപ്പൊ കോൺവെക്സും കോൺകേവും. ബാത്തോലിത്ത് ഹ്യൂജ് ചേംബർ ഓഫ് മാഗ്മ സോഴ്സ്, അതാണ് ബാത്തോലിത്ത്. അപ്പൊ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചു തരാം. പിക്ചറിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ ലാൻഡ് ഫോംസ് എവിടെ കാണുന്നത്? ഇന്ത്യയിൽ ഈ ലാൻഡ് ഫോംസ് ഏറ്റവും കൂടുതൽ കാണുന്നത് കർണാടക മഹാരാഷ്ട്ര റീജിയനിലാണ്. അതെന്താ കർണാടക മഹാരാഷ്ട്രയിൽ കാണുന്നത്? കാരണം നിങ്ങൾക്ക് അറിയാം അവിടെ ഡെക്കാൻ ട്രാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഡെക്കാൻ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ലാവൽ പ്ലേറ്റ്യൂ ആണ്. ലാവ കൊണ്ട് ഉണ്ടായിരിക്കുന്ന പ്ലേറ്റ്യൂ ആണ് ഡെക്കാൻ പ്ലേറ്റ്യൂ. അപ്പൊ ഡെക്കാൻ പ്ലേറ്റ്യൂ എങ്ങനെ ഫോം ചെയ്തു നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിക്കും. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അത് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലായിരിക്കും പഠിക്കുക. ഡെക്കാൻ പ്ലേറ്റ്യൂ എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത്. അപ്പൊ ഈ ഡെക്കാൻ പ്ലേറ്റ് ഫോം ചെയ്യാനായിട്ട് ലാവ പുറത്ത് വന്നപ്പോ ആ റീജിയനിലൊക്കെ ക്രസ്റ്റിൽ ലാവ തണുത്തുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡെക്കാൻ പ്ലേറ്റ്യൂ കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇൻട്രൂസി ലാൻഡ് ഫോംസ് ഉണ്ട് എന്ന് പറയുന്നത്. കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് റീജിയൻസിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഡെക്കാൻ റീജിയനിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പൊ ഈ പിക്ചറിൽ നിങ്ങൾക്കൊന്ന് പറയാവോ? ഈ പിക്ചറിൽ നിങ്ങൾക്ക് ലാൻഡ് ഫോംസ് ഒന്ന് പറയാവോ? ഇത് ഏതായിരിക്കും? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഈ ഇങ്ങനെ നേരെ നിൽക്കുന്ന ആളാരായിരിക്കും? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കൂ പിള്ളേരെ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ആൻസർ ഒന്ന് ചെയ്യാനായിട്ടും ശ്രമിച്ചു. ഇത് ഏതാ? ഡൈക്ക്. വെരി ഗുഡ് ശ്രുതി. ഓക്കെ, ഇനി ഇതേതാണ് ഹൊറിസോണ്ടലി ഫോം ചെയ്യുന്നത്? ഇതാരാണ്? വെരി ഗുഡ് ശ്രീറാം. ഇതെന്താണ് ഹൊറിസോണ്ടലി ഫോം ചെയ്യുന്നത്? ഫർസീദ. ഓക്കെ, ഗുഡ്. സില്ലാണ്. വെരി ഗുഡ്. ഓക്കെ, ഇനി ഇതേതാണ് ഈ കുഴിഞ്ഞിരിക്കുന്ന? സോസർ ഷേപ്പ്. സോസർ ഷേപ്പ് ഏതാണ്? സോസർ ഷേപ്പ് കുഴിഞ്ഞിരിക്കുക, ലോ ആയിട്ടിരിക്കുക. ആരാണ്? ലോപ്പോലിത്ത്. ലോപ്പോലിത്താണ് ആ താന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഡോം ഷേപ്പ്, ഇങ്ങനെ ഇരിക്കുന്ന ആളാരാ? ഡോം ഷേപ്പ്. നമ്മൾ പറഞ്ഞു ഡോം ഷേപ്പ്. ഡോം ഷേപ്പ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആരെയാണ്? ഡോം ഷേപ്പ്. മഷ്റൂം അല്ലെ? അപ്പൊ മഷ്റൂം ലാക്സ് ദി കളർ എന്നാ പറഞ്ഞത്. അപ്പൊ ലാക്കോലിത്ത്. ഇനി ലെൻസ് ഷേപ്പ്. ലെൻസുമായിട്ട് ബന്ധപ്പെട്ട എന്താ നമ്മൾ പറഞ്ഞത്? ലെൻസ് ഷേപ്പിൽ വരുന്നത്. ലെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം പറഞ്ഞല്ല, ഫോക്കൽ ലെങ്ത്. അപ്പൊ ഫാക്കോലിത്ത് ആണ് വരിക. ഇനി ലാർജ് മാഗ്മ ചേംബർ, വലിയ മാഗ്മയുടെ ഡെപ്പോസിഷൻ, അതിനെന്താ പറയുന്നത്? ലാർജ് മാഗ്മ ചേംബർ, വലിയ ഒരു സംഭവം. ബാത്ത് ടബ്, അപ്പൊ ബാത്ത് ടബ് ഓർത്താൽ മതി. ബാത്തലിത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതല്ലേ, അപ്പൊ ബാത്തോലിത്താണ്, ബാത്ത് ടബ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് എക്സ്ട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് പഠിച്ചിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ എടുക്കാം. ഓക്കെ, അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് എടുക്കാം.
ഇതിന്റെ ആൻസർ ഒന്ന് അല്ലെങ്കിൽ വേണ്ട, നാളെ എടുത്തതിന് ശേഷം എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചിട്ട് വരിക. നമ്മൾ നാളെ എക്സ്ട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് പഠിക്കുന്നതായിരിക്കും. എടുത്ത അത്രയും ക്ലിയർ ആണല്ലോ? എടുത്ത അത്രയും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ശില്പ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഗുഡ് നൈറ്റ്. പഠിച്ചിട്ട് വേണം വരാനായിട്ട്, ഇല്ലെങ്കിൽ നാളത്തെ മനസ്സിലാവില്ല. നാളത്തെ എന്തായാലും പഠിച്ചിട്ട് വരണം കേട്ടോ. താങ്ക് യു.